നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. കേന്ദ്ര ബജറ്റിൽ മധ്യവർഗത്തിനായി പ്രഖ്യാപിച്ച ഇളവുകൾ ഡൽഹിയെ മാറ്റിമറിക്കുമോ? ബജറ്റ് പ്രഖ്യാപിച്ചതിന് പിറ്റേന്ന് മോദി ഗ്യാരണ്ടിയുടെ നടപ്പിലാക്കൽ എന്ന പ്രഖ്യാപനവുമായി ഡൽഹിയിൽ പ്രചാരണം നടത്തിയ നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ ബജറ്റ് ചർച്ചയുടെ മറുപടിയിൽ നാളത്തെ ഡൽഹി തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പരാമർശങ്ങളാണ് നടത്തിയത്. കേജ്രിവാളിന്റെ ചില്ലുകൊട്ടാരവും നെഹ്റു കുടുംബത്തിന് മാത്രമാണ് 3 എംപിമാരുള്ളതെന്നും മോദിയുടെ പരിഹാസം. ആദായ നികുതിയിലെ ഇളവ് നേരത്തെ കേജ്രിവാൾ ആവശ്യപ്പെട്ട കാര്യമായതിനാൽ BJPയുടെ മുഖ്യ ആയുധവും ഇതുതന്നെ. 50%-ലേറെ പേർ 2020-ൽ ആപ്പിനെ പിന്തുണച്ചെന്നാണ് കണക്ക്. അത് ആദായ നികുതി ഇളവിലൂടെ മാറ്റിമറിക്കാൻ BJPക്ക് കഴിഞ്ഞാൽ ചിത്രം മാറും. കോൺഗ്രസ് ചിത്രത്തിൽ പോലും ഇല്ലാത്തതിനാൽ BJP ആം ആദ്മി പാർട്ടി മത്സരത്തിലേക്ക് ഡൽഹി മാറുമ്പോഴും കോൺഗ്രസ് വോട്ടുകൾ ജയപരാജയങ്ങൾ നിർണയിച്ചേക്കാം. ഡൽഹി തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ ഇന്ത്യ സഖ്യം തകരുമ്പോൾ പാർലമെന്റിലെ NDA കെട്ടുറപ്പ് കൂടുകയാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ബജറ്റ് സമ്മേളനം ഡൽഹി ലക്ഷ്യമിട്ടു. പ്രൈം ഡിബേറ്റിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ സേനാപതി വേണു, ആം ആദ്മി പാർട്ടിയെ പ്രതിനിധീകരിച്ച് ശ്രീ വിനോദ് മാത്യു വിൽസൺ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ മോഹൻ വർഗീസ്, BJP വക്താവ് ശ്രീ ഉല്ലാസ് ബാബു എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ സേനാപതി വേണു, ഇന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് നാളത്തെ ഡൽഹി തെരഞ്ഞെടുപ്പിലേക്കാണ്. രാഹുൽ ഗാന്ധിക്കും കേജ്രിവാളിനുമെതിരെ കടുത്ത വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഇനി അതിന് മറുപടി നൽകുവാൻ രാഹുലിനും കേജ്രിവാളിനും സമയം കിട്ടുമോ എന്ന സംശയമാണ്. അല്ല, പ്രധാനമന്ത്രി പാർലമെന്റിലെ തന്റെ എല്ലാ പ്രസംഗങ്ങളിലും ഇതൊക്കെ തന്നെയാണല്ലോ ആവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് രാജ്യത്തിനുണ്ടായിരിക്കുന്ന നേട്ടങ്ങൾ, ഈ കാര്യങ്ങൾ ഇദ്ദേഹം ആവർത്തിച്ച് എടുത്തു പറയുമ്പോൾ നമുക്ക് കൗതുകരമായിട്ട് തോന്നുന്നത് ഇന്ത്യക്കുണ്ടായ നേട്ടങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഉണ്ടായതാണെന്നും ആ 10 വർഷങ്ങൾക്ക് പിന്നിലേക്ക് ഇന്ത്യയെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, ആഫ്രിക്കൻ വനാന്തരങ്ങൾ പോലെ ശൂന്യമായിരുന്നു. അതായത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് വൈദ്യുതി മുതൽ വെള്ളം വരെയുള്ളത് മുഴുവൻ ഈ രാജ്യത്തിനുണ്ടായത് എന്ന രീതിയിലാണല്ലോ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ. അത് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് പാർലമെന്റിന് സ്ഥിരമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളാണ്. ആ പ്രസംഗം നാളത്തെ ഡൽഹി തെരഞ്ഞെടുപ്പിൽ അത് എത്രമാത്രം ഗുണം ചെയ്യും എന്നുള്ളത് നമുക്കത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് ഇത് ഒട്ടുമിക്ക പ്രഖ്യാപനങ്ങളും അതിൽ ഏറ്റവും പ്രധാന പ്രഖ്യാപനമായ ആദായ നികുതി ഇളവ് അത് ഡൽഹി തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് കൂടിയാണ്. അത് രാജ്യമൊട്ടാകെ പ്രതിഫലിക്കുമെങ്കിൽ പോലും ഡൽഹി തെരഞ്ഞെടുപ്പിൽ മധ്യവർഗത്തിന് കിട്ടിയിരിക്കുന്ന ഇളവ് അതൊരു വലിയ കാര്യമായി തന്നെ മാറുമെന്ന് BJPക്ക് അറിയാം, ആം ആദ്മി പാർട്ടിക്ക് അറിയാം, കോൺഗ്രസിന് അറിയാം. സംശയമില്ലാത്ത കാര്യമാണല്ലോ. കഴിഞ്ഞ 2020-ലെ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ ജയിപ്പിച്ചത് ഈ പറയുന്ന മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ആ വിഭാഗമാണ്. അവർക്ക് വേണ്ടി ഈ നികുതി ഇളവ് ആവശ്യപ്പെട്ടത് ആരാണ്? അരവിന്ദ് കേജ്രിവാൾ ആയിരുന്നു. അപ്പോൾ അതേ ആയുധം തന്നെ തിരിച്ചു പ്രയോഗിക്കുകയാണ് BJP ഇപ്പോൾ ഡൽഹിയിൽ. അത് ഇന്നത്തെ ബജറ്റ് പ്രസംഗത്തിലും ഉണ്ടായിരുന്നു. മോദിയുടെ പ്രസംഗം എടുത്തു നോക്കിയാൽ അക്കാര്യവും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ ആദായ നികുതിയുടെ കാര്യത്തിൽ നമ്മൾ പറയുമ്പോൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി, ഒരുപക്ഷെ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടം മുതൽ ഈ മധ്യവർഗം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകാർ അവർ നിരന്തരമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ആദായ നികുതിയുടെ സ്ലാബ് അല്ലെങ്കിൽ അതിൻ്റെ പരിധി വർദ്ധിപ്പിക്കണം എന്നുള്ളത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കൊല്ലം വരെ നമ്മുടെ രാജ്യത്ത് ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 5 കോടിയായിരുന്നു. ഈ കൊല്ലം അത് 6 കോടിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്തെ മൊത്തം ജനസംഖ്യയുടെ ഈ 5 കോടി അല്ലെങ്കിൽ 6 കോടി എന്ന് പറയുന്നത് എത്ര % ഉണ്ട്? ആ മധ്യവർഗം എന്ന് പറയുന്നത് അത് 3%-ഓ 4%-ഓ മാത്രമാണ് ടോട്ടൽ ജനസംഖ്യയിലുള്ളത്. ഇപ്പൊ ഡൽഹിയിലും മധ്യവർഗം ധാരാളമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രാദേശിക സർക്കാരിലും കേന്ദ്ര ഗവൺമെന്റിലുമുള്ള ഉദ്യോഗസ്ഥർക്ക് അവർക്കാണ് അതിന്റെ പ്രയോജനം കിട്ടുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4% ആളുകൾ അല്ലെങ്കിൽ 5% ആളുകൾ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്ന ഈ രാജ്യത്ത്, അല്ലെങ്കിൽ അതിൽ പകുതി ആളുകൾ ആദായ നികുതി കൊടുക്കുന്ന ഈ രാജ്യത്ത് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു ബഹുഭൂരിപക്ഷമുണ്ട്. ആ ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാർ, അവര് ടാക്സി ഓടിക്കുന്നവരും അല്ലെങ്കിൽ റിക്ഷ വലിക്കുന്നവരും ചെറിയ പീടികകൾ നടത്തുന്നവരും അന്നന്ന് ദിവസത്തേക്കുള്ള വരുമാനത്തിന് 200 രൂപയ്ക്കോ 300 രൂപയ്ക്കോ ജോലി ചെയ്യുന്ന ആളുകൾ, അവര് എന്ന് പറയുന്നത് മധ്യവർഗമല്ല, അവര് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന താഴേക്കുള്ള വർഗമാണ്. ആ വർഗത്തെ നിശ്ചയമായും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ബജറ്റിലെ ഏറ്റവും വലിയ. പക്ഷെ അവിടെ
ഡൽഹിയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ, നാളത്തെ ഡൽഹി തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അവിടെ കോൺഗ്രസിന് ഇതൊന്നും ഉപയോഗപ്പെടുത്തുവാൻ കഴിയുകയില്ല. അവിടെ ത്രികോണ മത്സരം എന്നുള്ളത് ഇപ്പോൾ നേരിട്ടുള്ള മത്സരമായിട്ട് ആം ആദ്മി പാർട്ടിയും BJPയുമായിട്ട് വരികയാണ്. കോൺഗ്രസിന്റെ വോട്ടുകൾ ജയത്തെയും പരാജയത്തെയും ഒക്കെ സ്വാധീനിച്ചേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ മോഹൻ വർഗീസ് അതല്ലേ ശരി? അത് മാത്രമല്ല, ഈ ബജറ്റ് സമ്മേളനം തന്നെ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഡൽഹി തെരഞ്ഞെടുപ്പാണല്ലോ, സംശയമില്ലാത്ത കാര്യമാണല്ലോ. ബജറ്റ് സമ്മേളനത്തിൽ പൂർണ്ണമായി മുഴങ്ങി നിന്നത് ഡൽഹി എന്ന ഒറ്റ ഒരു മാന്ത്രിക പ്രദേശമാണ്. നമുക്കറിയാമല്ലോ, നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി പിടിക്കുക എന്നത് ഭരണപക്ഷത്തിനും കേന്ദ്രത്തിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷ കക്ഷികൾക്കും ഒരുപോലെ പ്രസ്റ്റീജിയസ് ഒരു കാര്യമാണ്. 27 ദീർഘമായ വർഷങ്ങളാണ് ഭാരതീയ ജനതാ പാർട്ടി ഡൽഹിയുടെ ഭരണത്തിൽ നിന്നും മാറി നിൽക്കുന്നത്. സ്വാഭാവികമായി മോദി ഒരു വലിയ ഫാക്ടറായിട്ട് വരുന്നു. കഴിഞ്ഞ 10-11 വർഷമായി മോദി യുഗമാണ്. അവിടെയും ഡൽഹിയിൽ ഈ പറയുന്ന മോദിയുടെ ഗ്യാരൻറ്റികൾക്ക് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രഭാവമുണ്ടാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാമാന്യം നന്നായി BJPക്ക് വോട്ട് നേടാൻ കഴിയുന്നുമുണ്ട്. അതിലൊരു കണക്ക് വരുന്നുണ്ട്. കണക്ക് പറയുന്നത് 2020 51% മധ്യവർഗം ആം ആദ്മി പാർട്ടിക്കാണ് വോട്ട് ചെയ്തത് എന്നാണ്. ആ കരുത്തിൽ ആം ആദ്മി പാർട്ടിക്ക് ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും 50% മധ്യവർഗം BJPക്ക് വോട്ട് ചെയ്തു എന്നാണ് ഒരു റഫ് കണക്കാണ് ആ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ 2024 കിട്ടിയ വോട്ടുകൾ ഇൻടാക്റ്റ് ആയിട്ട് നിർത്തുന്നതിന് ഈ ആദായ നികുതി ഇളവ് സഹായിക്കുമെന്നാണ് BJPയുടെ കണക്ക് കൂട്ടൽ. അതൊരു റഫ് എസ്റ്റിമേറ്റ് മാത്രമാണ്. കൃത്യമായി മധ്യവർഗം എവിടേക്കാണ് വോട്ട് ചെയ്തത് എന്നതൊരു ഊഹ കണക്ക് മാത്രമാണ്. കാരണം അത് വാർഡ് തിരിച്ച് നമുക്ക് വേണമെങ്കിൽ വോട്ട് കണക്കാക്കാം. പക്ഷേ മധ്യവർഗം എങ്ങോട്ടാണ് വോട്ട് ചെയ്തത്? പൊതുവെ കരുതപ്പെടുന്നത് ഡൽഹിയിലെ മധ്യവർഗം ആണ് ആം ആദ്മി പാർട്ടി എന്ന ഒരു ആശയത്തിന് തന്നെ വിത്തുപാക്കിയത് മധ്യവർഗ താല്പര്യങ്ങളാണ്. കാരണം കറപ്ഷൻ, അഴിമതിക്കെതിരെ ഏറ്റവും അധികം പ്രതികരിച്ചിട്ടുള്ളത് ഗവൺമെൻറ് സർവീസിലൊക്കെ തുച്ഛമായ വരുമാനത്തിൽ ജോലി ചെയ്യുന്ന മധ്യവർഗമാണ്. അവരാണ് അഴിമതിക്കാരെന്ന് പറയുന്നവരും അഴിമതി വിരുദ്ധരും അവർ തന്നെയാണ്, അതേ വിഭാഗം തന്നെയാണ്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന് ആദ്യം മുതൽ തന്നെ വോട്ട് ലഭിച്ചതും ഒരു ഗുഡ് വില്ല് ലഭിച്ചതും അരവിന്ദ് കെജ്രിവാൾ എന്ന ഫാക്ടറിനെ പ്രോപ്പർ ചെയ്ത് നിർത്തിയതും ഡൽഹിയിലെ മധ്യവർഗമാണെന്ന് പറയാം. പക്ഷേ അവിടെ ഈ ശീഷ് മഹൽ എന്നുള്ള ആ ഒരു അജണ്ട കൊണ്ടുവന്നിരിക്കുകയാണ് BJP. ഇന്ന് മോദി അത് എടുത്തു പറയുകയും ചെയ്തു പാർലമെന്റിൽ. ചില്ലു കൊട്ടാരം, അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ ചില്ലു കൊട്ടാരം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പയിൻ നടക്കുന്നത്. അത് വലിയൊരു വിരോധാഭാസമാണ്. ഒരു വാഗണാർ കാറിൽ മുഖ്യമന്ത്രിയായിരിക്കെ ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന കെജ്രിവാൾ ഇന്ന് ഒന്നാം തരം SUVയിലാണ്, 4 വീൽ ഡ്രൈവ് ഒരു SUVയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണത്തിന് പോയതും ഓഫീസിൽ പോയതും എല്ലാം തന്നെ. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് മുഖ്യമന്ത്രി ഒരു ലാളിത്യം, ഉടുപ്പിലും നടപ്പിലുമൊക്കെ ലാളിത്യമുണ്ട് എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ വാസസ്ഥാനം ഒരുക്കുന്നതിൽ ആ ലാളിത്യം ഉണ്ടായില്ല എന്നതാണ്. വലിയ തോതിലുള്ള കർട്ടനുകൾ, വലിയ ആർഭാടമായ തറയോടുകൾ എന്ന് വേണ്ട, ടോയ്ലറ്റുകൾ, ഇതെല്ലാം തന്നെ വലിയ തോതിലുള്ള ആർഭാടം, അതൊരു ചിഹ്നമായി വരികയാണ്. അപ്പം എന്താണോ ആം ആദ്മി പാർട്ടി പ്രൊജക്റ്റ് ചെയ്തിരുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് അഴിമതിയുടെ കാര്യത്തിലാണെങ്കിലും ആർഭാടത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിലും. അതുമാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ അംഗങ്ങൾ പലപ്പോഴും ആയാറാം ഗായാറാം പോളിറ്റിക്സിന് അതീതരല്ല എന്ന് കഴിഞ്ഞ ദിവസവും തെളിയിച്ചു. കാരണം 8 MLAമാർ സീറ്റ് നിഷേധിച്ചപ്പോൾ മറുകണ്ഠം ചാടിയ കഥയും കണ്ടു. അപ്പോൾ വാട്ട് ഈസ് ദി ഡിഫറൻസ്? ദിസ് ഈസ് ദ പാർട്ടി വിത്ത് എ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ആ ഡിഫറൻസ് ഇല്ലാതെയാക്കാണ്. തിരിച്ച് ബജറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ യാഗാശ്വത്തെ, ഡെലിവർ ചെയ്യുന്ന യാഗാശ്വത്തെ പിടിച്ചു കെട്ടണമെങ്കിൽ അത്ഭുതകരമായ ഒരു നീക്കത്തിലൂടെ, ഒരു സ്ട്രാറ്റജിക് അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്കിലൂടെ മാത്രമേ കഴിയൂ എന്ന് നരേന്ദ്രമോദിക്ക് അറിയാം, നിർമ്മലാ സീതാരാമൻ അറിയാം. അതിനുവേണ്ടി ഉപയോഗിച്ച ആയുധമാണ് ബജറ്റ്. ആ ബജറ്റ് രാജ്യത്തിന് മുഴുവൻ ബജറ്റാണെങ്കിലും ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ് റിപ്പ് ചെയ്യേണ്ടത് ഡൽഹി തെരഞ്ഞെടുപ്പിലായതുകൊണ്ട് ഡൽഹിയുടെ മധ്യവർഗത്തെ നോക്കിയാണ് ബജറ്റ്. അതുമാത്രമല്ല, BJP ആ മധ്യവർഗത്തെ നോക്കി നടത്തിയ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർ, അതായത് ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനമുള്ള മധ്യവർഗം, അവർ മധ്യവർഗം എന്നല്ല ഞാൻ പറയുന്നത്, അവരെ ഞാൻ ഉപരിവർഗം, മിഡിൽ ക്ലാസ്സുമുണ്ട്, അപ്പർ മിഡിൽ ക്ലാസ് ആണ്. 1 ലക്ഷം മാസ വരുമാനമുള്ളയാൾ മധ്യവർഗം എന്ന് പറയാനാവില്ല, അപ്പർ മിഡിൽ ക്ലാസ് എന്ന് പറയാനാവൂ. അത് പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ, അല്ലേ? അപ്പൊ ഇതിനെ, ഈ വിഭാഗത്തെ നികുതിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുന്നു, ആദായ നികുതി പരിധിയിൽ നിന്നും ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വികസന പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്താൻ മറ്റു മാർഗങ്ങൾ സ്വീകരിക്കണം. അതുമാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്ക് മധ്യവർഗം മാത്രമല്ല, അടിസ്ഥാന വർഗത്തിൻ്റെ നല്ല പങ്ക്, ചേരി നിവാസികളായ വലിയൊരു വിഭാഗം ആളുകൾ ആം ആദ്മി പാർട്ടിയുടെ കട്ട സപ്പോർട്ട് ബേസാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം മധ്യവർഗത്തിന് നൽകുന്ന ഇളവുകൾ അവർക്ക് ബാധകമല്ല. മധ്യവർഗത്തിൻ്റെ വോട്ടുകൾ ചെറിയ തോതിൽ ചിതറാൻ തന്നെയാണ് സാധ്യത. പക്ഷേ അത് മതിയാകുമോ? ആം ആദ്മി പാർട്ടിക്ക് ചരിത്രപരമായി ലഭിച്ചിരുന്ന മൃഗീയമായ ഭൂരിപക്ഷം മറികടക്കാൻ അത് മാത്രം മതിയാകുമോ? അതാണ് ഒരു ചോദ്യം. ഒരു ചോദ്യം കൂടെ ഉണ്ട്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ട് എന്ന് പലരും കരുതുന്ന, ഞാനങ്ങനെ കരുതുന്നില്ല, പലരും കരുതുന്ന ഒരു ചെറിയ ഒരു എഡ്ജ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയൊരു അനക്കം 4.2% നിന്നും ഒരുപക്ഷെ 5%-ലേക്കോ 6%-ലേക്കോ വോട്ട് ബേസ് വളർന്നാൽ ഒരു സ്ഥിരം ജയിക്കില്ല. MLA പോലും കൊണ്ടുവരാൻ കഴിയുകയില്ല. പക്ഷേ ജയം പരാജയം നിശ്ചയിക്കാൻ പക്ഷേ അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള 7-8 മണ്ഡലങ്ങളുണ്ട് 70-ൽ. അവിടെ കോൺഗ്രസ് പാർട്ടി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അങ്ങനെ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനും ആം ആദ്മിക്കുമായി വിഭജിച്ചു പോവുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് ത്രികോണ മത്സര അന്തരീക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കായിരിക്കും. അതുകൊണ്ട് ടാക്ടിക്കൽ വോട്ടിങ്ങിലേക്ക് മുസ്ലിങ്ങൾ നീങ്ങുക, BJP ഒഴിവാക്കി നിർത്താൻ നീങ്ങുക എന്ന ഒരു തന്ത്രം ഉപയോഗിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ അതിന്റെ ബെനിഫിറ്റ് കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ BJPക്ക് അനുകൂലമാണ്. ശ്രീ വിനോദ് മാത്യു വിൽസൺ, ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കാണ് എഡ്ജ് എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അവിടെ ഒരു വജ്രായുധം തന്നെയാണ് ഈ ആദായ നികുതി ഇളവ്. കേജ്രിവാൾ നേരത്തെ ബജറ്റിന് മുൻപ് 7 നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വെച്ചതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആദായ നികുതിയിലെ ഇളവായിരുന്നു. അത് അതേപടി അംഗീകരിക്കുക വഴി ആ ആയുധം തിരിച്ചു പ്രയോഗിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ക്ലിയർ വിക്കറ്റിൽ നിന്ന് ഇവിടെ സുന്ദരമായിട്ട് നിങ്ങൾ ഭൂരിപക്ഷത്തിലേക്ക് വരും എന്ന് ഉറപ്പിച്ചെടുത്ത് ഒരു ബാക്ക് ഫുട്ടിലേക്ക് ആയിട്ടുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ പോരാട്ടമല്ലേ, ഇലക്ഷൻ അല്ലേ. ഇലക്ഷനിൽ എക്സ് ഫാക്ടേഴ്സ് എല്ലാ കാലവും ഉണ്ടാവാറുണ്ടല്ലോ. അത് ഭരിക്കുന്ന പാർട്ടിയുണ്ട്, പ്രതിപക്ഷത്തിരിക്കുന്നവർക്കുണ്ട്. ജനാധിപത്യ രാജ്യത്ത് തീർച്ചയായിട്ടും ഭരണത്തിൽ നിന്നൊരു കക്ഷിയെ മാറ്റുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് എന്തൊരു എക്സ് ഫാക്ടേഴ്സും എടുക്കാം. അത് തീർച്ചയായിട്ടും അവർ ചെയ്യട്ടെ. ഇവിടെ ഞാൻ പലരുടെയും വർത്തമാനം കേട്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളും ഞാൻ കേട്ടു. എന്തായാലും 8-ാം തീയതി ഏതാണ്ട് 10 മണി 11 മണിയോടുകൂടി നമുക്ക് ഇതിന്റെ പിക്ചർ ക്ലിയർ ആവും. അപ്പൊ അതുകൊണ്ട് ഇത്തരം നിരീക്ഷണങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് എനിക്ക് അറിയില്ല. എന്നാൽ പോലും ഞാൻ ആരും പറയാത്തൊരു കാര്യം ഞാൻ എന്റെ മനസ്സിൽ വരുന്നൊരു കാര്യം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് തന്നെ പറയാം. 12 ലക്ഷം വരെയുള്ള ആദായ നികുതി ഇളവ് കിട്ടും എന്നുള്ളത് സത്യമാണ്. ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടു. എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് ആം ആദ്മി പാർട്ടിയുടെ അധികാരത്തിൽ വരുന്നെങ്കിൽ ഈ ബഡ്ജറ്റ് പിൻവലിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ട് ഈ മധ്യവർഗം, നമുക്കറിയാം 12 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് അല്ലെങ്കിൽ വരുമാനമുള്ളവർക്കാണ്. ഡൽഹിയിലെ ഇപ്പൊ ഇവിടെ എല്ലാവരും ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? ജയിലിൽ കിടക്കുന്ന മനുഷ്യരാണ്. അവരെ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ബാധിക്കുന്നില്ല എന്നുള്ളത് കൃത്യമാണ്. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും കിട്ടിക്കൊണ്ടിരിക്കുന്ന മോഹൻലാൽ ക്ലിനിക്കിൽ മരുന്നുകളും ട്രീറ്റ്മെന്റുകളും ഫ്രീ ആണ്. 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആണ്. 2000 ലിറ്റർ വെള്ളം ഫ്രീ ആണ്. സർക്കാർ സ്കൂളുകളിലെ വിദ്യാഭ്യാസം, സ്ത്രീകളുടെ യാത്ര, ഇതെല്ലാം ഫ്രീ ആയി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അതവിടെ കിട്ടിക്കോട്ടെ. ബഡ്ജറ്റിലുള്ള ആനുകൂല്യം കേന്ദ്ര ഗവൺമെന്റ് BJPയുടെ ആണല്ലോ, അത് കിട്ടും. പിന്നെ ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന സേഫ് സോണിൽ നിന്ന് ഞങ്ങൾ എന്തെങ്കിലും മാറി ചിന്തിക്കണം എന്നൊരു നിരീക്ഷണം കൂടെ ഇവിടെ ആകാമല്ലോ. ബഡ്ജറ്റ് വന്ന് ബഡ്ജറ്റോടുകൂടി മൊത്തം മധ്യവർഗവും തിരിഞ്ഞു പോകും എന്നൊന്നും പറയാൻ കഴിയില്ല. അവരെങ്ങനെ ചിന്തിച്ചൂടെ? ശരിയാണ്, ബഡ്ജറ്റ് വന്നിരിക്കുന്നു, ആനുകൂല്യം കിട്ടിയിരിക്കുന്നു, കേന്ദ്ര ഗവൺമെന്റിനെ കിട്ടട്ടെ, ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യം കേജ്രിവാൾ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമപ്രദം അത് തുടരട്ടെ എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് ആരും പറയാൻ ഞാൻ കേട്ടില്ല. അതുകൊണ്ട് ഈ ബഡ്ജറ്റിലെ പ്രഖ്യാപനം, പിന്നെ അവിടുത്തെ സാധാരണ മനുഷ്യര് മൊബൈൽ ഫോണിലും പത്രത്തിലും TV മാധ്യമത്തിലും ഒന്നും, ഞാൻ 5 ദിവസം കഴിഞ്ഞ 5 ദിവസം ഡൽഹിയിലെ ചേരികളിലൊക്കെ സഞ്ചരിച്ച് നടന്ന മനുഷ്യനാണ്. അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവർക്ക് ക്ലിനിക്കിൽ പോയാൽ മരുന്ന് ഫ്രീ ഉണ്ട്. രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് സമയത്ത് ഏത് ബസ്സിൽ AC ആണെങ്കിലും സാധാ ബസ്സിലാണെങ്കിലും ടിക്കറ്റ് ഫ്രീ ആണ്. സൗജന്യമായിട്ട് യാത്ര ചെയ്യാം. വെള്ളമുണ്ട്, വൈദ്യുതി ഉണ്ട്. ഈയിടയ്ക്ക് ഒരു കണ്ടതാണ് ഒരു റിപ്പോർട്ടർ, ഒരു BJPയുടെ MLA കാൻഡിഡേറ്റ് മത്സരിക്കുന്ന ഒരു വ്യക്തി ഓട്ടറോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബിജ്ലി ഫ്രീ ആണോ? അവർ ബിജ്ലി ഫ്രീ ആണ്. എത്ര ഫ്രീ ആണ്? 200 യൂണിറ്റ്. അപ്പൊ ആ റിപ്പോർട്ടറും ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് സേഫ് സോണിൽ ഡൽഹി ജനത ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം ശ്രീ മഞ്ജുഷ്. അതായത് BJP 300 യൂണിറ്റ് വൈദ്യുതി ഫ്രീ കൊടുക്കുമെന്ന് പറഞ്ഞു. അതിൽ അവർ വെച്ചിരിക്കുന്ന ഒരു ക്ലോസ് ഉണ്ട്. ആ ക്ലോസ് വളരെ രസമാണ്. ഞങ്ങൾ വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കത്തില്ല, LED ബൾബുകൾ കൊടുക്കും. LED ബൾബ് വരുമ്പോൾ നിരക്ക് കുറയുമല്ലോ, ഇതാണ് അവരുടെ രീതി. പക്ഷെ കേജ്രിവാൾ പറയും, ഡയറക്റ്റ് ആണ് പറയുന്നത്. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കാണിച്ച കോൺഗ്രസും BJP ആക്ഷേപിച്ചു, ഇതിന് ഫണ്ട് എവിടെ നിന്ന് കൊടുക്കും, ഈ ഫ്രീ എവിടെ നിന്ന് കൊടുക്കും. കേജ്രിവാൾ തിരിച്ചു ചോദ്യം എന്താണ്? ഞാൻ തന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് തന്നില്ലേ, ഒരു മുടക്കവുമില്ലാതെ തന്നില്ലേ, ഞാൻ വീണ്ടും തരും. 2100 രൂപ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് പരിക്കേറ്റ ആശുപത്രി കിടക്കുന്നവർക്ക് സൗജന്യമായിട്ടുള്ള അവർക്കുള്ള ഫണ്ടുകൾ തരും. അതുപോലെ തന്നെ ഇമാമുമാർക്ക് കൊടുത്ത അതേ ആനുകൂല്യം പൂജാരിമാർക്ക് മാസം 18,000 രൂപ തരും എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു കാണിച്ച ഒരാളെ മാറ്റി നിർത്തണമോ?
കൊടുക്കാൻ പോകുന്ന ഒരാളെ സ്വീകരിക്കണമോ എന്ന ചിന്ത ഡൽഹി വോട്ടേഴ്സ് ചിന്തിക്കുക. അതുകൊണ്ട് തീർച്ചയായും യാതൊരു കോൺഫിഡൻസ് പ്രശ്നവുമില്ല, ആത്മവിശ്വാസ കുറവുമില്ല. പിന്നെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം രാഷ്ട്രീയമാണ്. ശരിയാണ് ശ്രീ സേനാപതി വേണു. അപ്പോൾ കേജ്രിവാളിന് അനുകൂലമായ ഒരു എഡ്ജ് തന്നെ അവിടെ വന്നിട്ടുണ്ട് എന്നാണോ കോൺഗ്രസിന്റെ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്? ഇപ്പോൾ കോൺഗ്രസ് തുറന്ന് സമ്മതിക്കില്ല എങ്കിൽ പോലും പരമാവധി 6% വോട്ടുകളാണ്. അതിൽ നിന്ന് ചിലപ്പോൾ ഒരു MLA പോലും ഉണ്ടാക്കിയെടുക്കുവാൻ കോൺഗ്രസിന് കഴിയില്ല. അപ്പോൾ അവിടെ BJP വരുന്നതിനേക്കാൾ നല്ലത് ആം ആദ്മി പാർട്ടി വരട്ടെ. നിങ്ങൾ ഇന്ത്യ സഖ്യത്തിൽ ഒരുമിച്ചാണല്ലോ, ഇപ്പോൾ ഭിന്നിച്ച് നിൽക്കുകയാണ് എങ്കിൽ പോലും ആ ഒരു നിരീക്ഷണത്തിലേക്കല്ലേ താങ്കളും വരുന്നത്? അല്ല മഞ്ജുഷ, ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒരു സ്ഥിരമായ ഒരു വോട്ട് ബാങ്ക് ഉണ്ട്. അത് ഇപ്പം ഷീലാ ദീക്ഷിത് 15 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 20 കൊല്ലം മുമ്പ് ഭരണത്തിൽ നിന്ന് അവർ പോകുമ്പോൾ ഡൽഹിക്ക് അവരുണ്ടാക്കിയ ഒരു വികസനമുണ്ട്. ഇപ്പോൾ അവർ ചിലപ്പോൾ 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായിട്ട് വീട്ടിൽ കൊടുത്തില്ല, അല്ലെങ്കിൽ ട്രെയിനിലോ ബസ്സിലോ സഞ്ചരിക്കാൻ സൗജന്യം കൊടുത്തില്ല എന്നുള്ള. പക്ഷേ ഡൽഹി മെട്രോ പോലുള്ള ഇന്ന് ഡൽഹി കാണുന്ന ആധുനിക ഡൽഹിയെ വാർത്തെടുക്കുന്നതിന് ഷീലാ ദീക്ഷിത്തിനെ പോലുള്ള മുൻ മുഖ്യമന്ത്രിമാരും അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റുകളും വഹിച്ച വലിയൊരു പങ്കുണ്ട്. അപ്പം നിശ്ചയമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് കോൺഗ്രസിന് ഇന്നിപ്പോ രാവിലെ പഴയ AAPയുടെ നേതാവ്, ഇപ്പോൾ ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷ ശ്രീമതി അൽക്ക ലാംബയുടെ ഒരു പ്രസ്താവന ഇന്ന് പല മാധ്യമങ്ങളും, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചാനൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. താന് അവിടെ 1ാം സ്ഥാനത്താണെന്നും താൻ കംഫർട്ടബിൾ ആയ മെജോറിറ്റിയിൽ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസവും അവർ പറയുന്നത് നമ്മൾ കേട്ടതാണ്. അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നത് ഭരണത്തിൽ തിരിച്ചു വന്നില്ല എങ്കിലും ഡൽഹിയിൽ ഞങ്ങളൊരു നിർണായക ശക്തിയാണ്. ആ ശക്തിയാണ് എന്നുള്ളത് ഞങ്ങൾ തെളിയിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും BJP വിജയിക്കാതിരിക്കുവാൻ വേണ്ടി എന്താ പറഞ്ഞേ, ഞങ്ങൾക്ക് സഹായിക്കാൻ കഴിയുന്നിടത്ത് ഞങ്ങൾ സഹായിക്കും. ആ സഹായം ഞങ്ങൾക്ക്. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇടയ്ക്ക്. ഒരു കാര്യം ഞാൻ ശ്രീ സേനാപതി വേണു സാറ് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. അൽക്കാലാംബ മത്സരിക്കുന്ന കാര്യത്തെ പറ്റി. അൽക്കാലാംബ ആം ആദ്മിയുടെ കൂടെ മത്സരിച്ചപ്പോൾ ജയിച്ചതും കോൺഗ്രസിന്റെ കൂടെ മത്സരിച്ചപ്പോൾ 3800 വോട്ടും പിടിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് അൽക്കാലാംബയുടെ ചരിത്രവും അൽക്കാലാംബ വിന്നിംഗ് കാൻഡിഡേറ്റ് ആണെന്നൊക്കെ പറയുന്നതിനോട് എത്രമാത്രം യോജിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കോൺഗ്രസ് ഇവിടെ ഒരു ചതിയന്മാരുടെ റോളിലാണ് നിൽക്കുന്നത്, പഞ്ചക വേഷം കെട്ടിയാണ് നിൽക്കുന്നത്. കാരണം അത് പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസിന്റെ പ്രതിനിധി അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, എന്തായിരുന്നു സാർ ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കുമ്പോൾ ഉദ്ദേശ ലക്ഷ്യം എന്തായിരുന്നു? BJP എന്ന് പറയുന്ന പാർട്ടിയെ എല്ലാ മേഖലയിലും തുടച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു ആ ബ്ലോക്കിന്റെ ലക്ഷ്യം. BJP ഭരണഘടനയ്ക്ക്, മതേതര മൂല്യത്തിന്, ജനാധിപത്യ സംവിധാനത്തിന് കൊടുക്കുന്ന ആഘാതങ്ങളെ ഒരുമിച്ച് ചെറുക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ശ്രീ അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ കിടന്ന സമയത്ത് ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി രാംലീല മൈതാനിയിൽ നടക്കുന്ന സമയത്ത് അവിടെ പോയൊരു മനുഷ്യനാണ്. എനിക്കൊപ്പം അവിടെ നടന്നത് അരവിന്ദ് കേജ്രിവാളിന്റെ കൊടി പിടിച്ച് ആം ആദ്മി പ്രവർത്തകരും കോൺഗ്രസിന്റെ കൊടി പിടിച്ച് കോൺഗ്രസ്സുകാരും ഒരുമിച്ചാണ് ഞങ്ങൾ ആ വേദിയിൽ അല്ലെങ്കിൽ ആ വലിയ മൈതാനത്ത് പങ്കെടുത്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ സമ്മേളനത്തിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ അവിടേക്ക് എല്ലാ മനുഷ്യരും, ഇന്ത്യ സഖ്യത്തിന്റെ മുഴുവൻ നേതാക്കന്മാരും അവിടെ വന്ന് സംസാരിച്ചു. സൗരവ് ഭരദ്വാജ് എന്ന് പറയുന്ന ആം ആദ്മിയുടെ മന്ത്രിയായിരുന്നു അതിന്റെ സ്വാഗത പ്രാസംഗികൻ. അവിടെ അരവിന്ദ് കേജ്രിവാളിന്റെ വൈഫ് ഡൽഹി ജയിലിൽ നിന്നുള്ള കേജ്രിവാളിന്റെ സന്ദേശം വായിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേജ്രിവാളിനെ പുകഴ്ത്തി സംസാരിച്ചു. ഇലക്ഷൻ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കേജ്രിവാൾ നോട്ട് ചെയ്യും, അഭിമാനത്തോടു കൂടി ഞങ്ങൾ കേജ്രിവാൾ നോട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഹരിയാന ഇലക്ഷൻ വന്നപ്പോൾ തോറ്റപ്പം ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, ഹരിയാനയിലെ അവിടുത്തെ പ്രാദേശിക നേതൃത്വമാണ് ഇത്തരത്തിൽ കേജ്രിവാളുമായി സന്ധി വേണ്ട എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ BJP പിടിച്ചു എന്നൊക്കെ പറയുന്ന അതിനൊരു ക്ലാരിഫിക്കേഷൻ ഒരു സെക്കൻഡ്. ഈ ഹരിയാനയിൽ എങ്ങനെയാണ് നമ്മളുമായിട്ടുള്ള സഖ്യം ഉണ്ടാകാതെ വന്നത്? നിങ്ങൾ ഹരിയാനയിൽ നിങ്ങളുടെ ശക്തിയേക്കാൾ ഉപരിയായി നിങ്ങൾ അവിടെ ഉണ്ടായിരുന്ന 70 സീറ്റിൽ 30 സീറ്റോളം ഞങ്ങൾക്ക് മത്സരത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് കോൺഗ്രസിന് നീങ്ങാൻ പറ്റുമോ? ഞങ്ങൾ 6 സീറ്റ് ഹരിയാനയിൽ, അത് ഹരിയാനയിലെ നിങ്ങളുടെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റ് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഹരിയാനയിൽ ഇപ്പൊ BJP ഭരിക്കുന്നത്, നിങ്ങൾ കോൺഗ്രസിനെ ചതിയന്മാരെന്ന് വിളിച്ചു. ആ കാര്യത്തിൽ നിങ്ങൾ ഹരിയാനയിൽ എടുത്ത ഒരു വിരുദ്ധമായ നിലപാട്, യഥാർത്ഥത്തിൽ അന്ന് 5 മുതൽ 6 വരെ സീറ്റുകൾ നിങ്ങൾക്ക് ഓഫർ ചെയ്തു. നിങ്ങൾ ആ സീറ്റുമായി ചിലപ്പോൾ ഞങ്ങൾ 1 സീറ്റോ 2 സീറ്റോ 8 വരെ വരാമായിരുന്നു. അങ്ങനെ ഒരു സഹകരണത്തിലേക്ക് നിങ്ങൾ വന്നിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അവിടെ ഹരിയാനയിൽ ഇന്നത്തെ BJPയുടെ ഗവൺമെന്റ് അവിടെ അധികാരത്തിൽ സഖ്യത്തിലെ 2 പാർട്ടികൾ തമ്മിലടിക്കുന്നു. അവിടെ ആരാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് എന്നുള്ള സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറയണ്ട, ഞങ്ങൾക്ക് ശക്തിയുള്ളിടത്ത് ഞങ്ങളെ അംഗീകരിക്കണം, അതാണല്ലോ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്കാണ് ശക്തി. അല്ല, ഹരിയാനയിലെ വിട്ടുവീഴ്ച ശ്രീ സേനാപതി സാർ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഹരിയാന വിട്ടുവീഴ്ചയെ പറ്റി പറയാം. 2019
BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ലോക്സഭയിൽ ഒരുമിച്ച് മത്സരിക്കണമെന്ന് പറഞ്ഞ് കോൺഗ്രസുമായി സംസാരിച്ച മനുഷ്യനാണ് അരവിന്ദ് കെജ്രിവാൾ. അന്ന് ഡൽഹിയിലെ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് PC ചാക്കോയാണ്. ഇത് ചാക്കോ എവിടെ നിൽക്കുന്നത്? ചാക്കോ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി കർണാടക വിളിച്ചു ചോദിക്കുന്നത് പറയുന്ന കാര്യത്തിലേക്ക് എത്തി. ഞാൻ പറഞ്ഞത് അന്ന് PC ചാക്കോയും അജയ് മാക്കനും അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അത്തരത്തിലൊരു അലയൻസും വേണ്ട എന്ന് പറഞ്ഞത്. സോ അവിടെ എവിടെ പോയി? അജയ് മാക്കനെ സംബന്ധിച്ച് അദ്ദേഹം കേജ്രിവാൾ തീവ്രവാദിയാണ് എന്ന് പറയേണ്ടി വന്നു. അവസാനം അതിന് പ്രസ് മീറ്റ് വിളിക്കുമെന്ന് പറഞ്ഞു. പ്രസ് മീറ്റ് ഇത് മാറി. ഞാൻ പറഞ്ഞ അതല്ല. ഞാൻ പ്രാദേശികമായി സേനാപതി സാർ, പ്രാദേശികമായി കോൺഗ്രസിന്റെ അണികളും ആം ആദ്മി പ്രവർത്തകരും തമ്മിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. സത്യമാണല്ലോ. കാരണം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വോട്ട് ബാങ്കുകളൊക്കെ വാങ്ങിക്കൊണ്ടാണ് ആം ആദ്മി അധികാരത്തിൽ. പക്ഷേ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ ശ്രീ രാഹുൽ ഗാന്ധി, ഭരണഘടന ഉയർത്തിക്കാട്ടിക്കൊണ്ട് സദാസമയം പ്രസംഗിക്കുന്ന രാഹുൽ ഗാന്ധി കേജ്രിവാളിനെതിരെ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കേജ്രിവാൾ ജയിലിൽ പോയപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഷിബു സോറൻ നമ്മുടെ ജാർഖണ്ഡ് മുഖ്യമന്ത്രി അകത്ത് പോയ സമയത്ത് അവിടെ മഹാറാലിയിൽ അരവിന്ദ് കേജ്രിവാളുമായി ബന്ധപ്പെട്ട ഒരു കസേര ഒഴിച്ചിട്ടാണ് സാർ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി രാഹുൽ ഗാന്ധി നടത്തിയത്. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഡൽഹിയിൽ നിങ്ങൾ എന്തായാലും അധികാരത്തിൽ വരത്തില്ലല്ലോ. സോ സത്യമല്ലേ, 1-2 സീറ്റ് പിടിക്കുമെന്നൊക്കെയാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ മത്സരം ഡൽഹിയിൽ നിങ്ങൾ അത്ഭുതം കാണിക്കാതിരിക്കുന്ന 0-ൽ നിന്ന് 1-ലേക്ക് ഉള്ളതാണെന്ന് അത്ഭുതം. അല്ലാതെ അവിടെ ഈ വോട്ട് സ്പ്ലിറ്റ് ചെയ്താൽ സഹായിക്കുന്നത് BJP ആണെന്ന് ചിന്തിക്കാനുള്ള ശേഷി രാഹുൽ ഗാന്ധിക്ക് ഇല്ല എങ്കിൽ രാഹുൽ ഗാന്ധിക്ക് ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ: അരവിന്ദ് കേജ്രിവാൾ ഡൽഹിയിൽ തോക്കണം, അവിടെ BJP വരണം. BJP വന്നു കഴിയുമ്പോൾ കേജ്രിവാളിന്റെ പാർട്ടി ചിഹ്ന ഭിന്നമാകും. അങ്ങനെ ചിഹ്ന ഭിന്നമായാൽ ആം ആദ്മിയുടെ വോട്ട് തിരിച്ച് ഞങ്ങൾ കിട്ടുമെന്നുള്ള കേവല രാഷ്ട്രീയം മാത്രം ചിന്തിക്കുന്ന മനുഷ്യനായി രാഹുൽ ഗാന്ധി മാറി. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ BJP വന്നോട്ടെ, അങ്ങനെ ആം ആദ്മി പാർട്ടി ചിഹ്ന ഭിന്നമായിക്കോളും, ആ വോട്ടുകൾ ഞങ്ങൾക്ക് കിട്ടും. അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് വരുമെന്ന് ശ്രീ ഉല്ലാസ് ബാബു, ഇന്ത്യ സഖ്യത്തിലെ 2 പാർട്ടികളുടെ, കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും നേതാക്കളാണ് സംസാരിച്ചത്. ഡൽഹിയിൽ ഭിന്നിച്ചു നിൽക്കുകയാണല്ലോ. അതായത് ഈ തെരഞ്ഞെടുപ്പോടെ ഇന്ത്യ സഖ്യത്തിലെ വിള്ളൽ പരസ്യമായി വന്നിരിക്കുകയുമാണ്. പക്ഷേ പാർലമെന്റിൽ ഇന്ന് കേജ്രിവാളിനെയും രാഹുൽ ഗാന്ധിയെയും ഒരേ രീതിയിൽ തന്നെയാണ് ആക്രമിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ശീഷ് മഹൽ എന്നുള്ള ചില്ലുകൊട്ടാരം കേജ്രിവാളിൻ്റേത്, അത് ചൂണ്ടിക്കാണിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് ഫോട്ടോഷൂട്ടിലാണ് താല്പര്യം എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഈ ബജറ്റ് സമ്മേളനം മൊത്തത്തിൽ ഈ ഡൽഹി ലക്ഷ്യമിട്ട ഒന്നായി മാറുകയായിരുന്നു. സ്വാഭാവികമായിട്ട് ഡൽഹിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നേതാക്കന്മാരുടെ വാക്കുകളും പ്രസംഗങ്ങളും ഒക്കെ അത് ഡൽഹി തെരഞ്ഞെടുപ്പിനെ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് നമുക്ക് തോന്നാം. അത് ഡൽഹി തെരഞ്ഞെടുപ്പുമായി കണക്ട് ചെയ്തിട്ടാണോ എന്ന് സ്വാഭാവികമായിട്ട് തോന്നാം. അത് കുഴപ്പമില്ല. നമുക്ക് ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ശ്രീ വിനോദ് മാത്യു വിൽസൺ ആം ആദ്മി പാർട്ടിയുടെ നേതാവ്, ശ്രീ സേനാപതി കോൺഗ്രസിന്റെ നേതാവ്, അവർ 2 പേരും പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേട്ടു. അവർ 2 പേരും ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. സ്വാഭാവികമായിട്ട് അവർ തമ്മിൽ തല്ലട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ തല്ലുകയോ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ഒന്നുമല്ല. അധികാരത്തിലേക്ക് എത്താനുള്ള ആ നമ്പറിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി മത്സരിക്കുമ്പോൾ എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണല്ലോ മത്സരിക്കുക. BJPയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഡൽഹിയിൽ നല്ല ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് മത്സരിക്കുന്നത്. അത് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ, സ്വാഭാവികമായിട്ട് AAPയുടെ ഇതിനു മുൻപുണ്ടായിരുന്ന 2 ടേമായിട്ടുള്ള സമയത്ത് അവരുടെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ, അത് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തി കാണിച്ചാലാണ്. സ്വാഭാവികമായിട്ട് അത് പരിപൂർണമായി ശരിയല്ല. ചില കാര്യങ്ങളിൽ നിങ്ങൾ തന്നെ ഡൽഹിയിൽ നോക്കും. ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ ഡൽഹിയിൽ പോയി ഡൽഹിയുടെ ചെറുവഴികളിൽ യാത്ര ചെയ്ത്, ഡൽഹിയുടെ ഗ്രാമങ്ങളിൽ യാത്ര ചെയ്ത് അടിസ്ഥാന വർഗത്തിന്റെ ജീവിതശൈലിയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അവിടെ ഇവർ നടത്തുന്ന വെള്ളവും വൈദ്യുതി എന്നതാണ് തുറപ്പുചീട്ട്. ജീവിത സാഹചര്യങ്ങൾ എന്ന് പറയപ്പെടുന്ന വലിയൊരു കാര്യമുണ്ടല്ലോ ശ്രീ മഞ്ജുഷ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കേരളത്തിലെ DYFIക്കാർ എപ്പോഴും പറയും ഞങ്ങൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയും ബ്ലണ്ടറുമാണ് അത്. എന്തുകൊണ്ടാണ്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഒരു ദിവസം പണിയില്ലാതെ ജോലിക്ക് പോകാൻ സാധിക്കാതെ അസുഖം വന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയാൽ DYFIയുടെ മറ്റേ ഔദാര്യ ചോറിന് വേണ്ടി കാത്തിരിക്കുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ സാധാരണക്കാർ എത്തുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്നില്ല 10 വർഷമായിട്ട് CPM ഭരിച്ചിട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ മനസ്സിലാക്കേണ്ടത്. നമ്മളല്ലാതെ അവർ കൊടുക്കുന്നു എന്നുള്ളതല്ല അതിൽ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഈ രാഷ്ട്രീയത്തിൽ ഇവർ ചെയ്യുന്നത് ആ റിക്ഷ
റിക്ഷാവാലകളും ആ പാവപ്പെട്ട ആളുകളും ആ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെയും ജീവിത നിലവാരം ഉയർത്താനോ ജീവിത സൗകര്യങ്ങൾ ഉയർത്താനോ ഒരു കാരണവശാലും നിങ്ങൾക്കറിയാമല്ലോ ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ കാണിച്ചു കൂട്ടിയത്. പലതരം നമ്പറുകൾ പറഞ്ഞു, പലതരം തർക്കങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, ഇവർ ഒരുപാട് വിഷയങ്ങളിൽ അഡ്രസ് ചെയ്യുന്നതായിട്ട് കാണിച്ചു. ഇതെല്ലാം ഒരു രാഷ്ട്രീയമായിട്ട് കെജ്രിവാൾ നടത്തിയ നാടകങ്ങളായിരുന്നു. ഒരു സംശയവും വേണ്ട, ഇത്തവണ BJP ജയിക്കുമെന്ന് പറയപ്പെടുന്നത് ഡൽഹിയുടെ വിജയം അല്ലെങ്കിൽ വികസനം എന്ന് പറയപ്പെടുന്നത് ഡൽഹിയിലെ സാധാരണക്കാരുടെ ജീവിത സാഹചര്യങ്ങൾ മാറ്റി എഴുതുന്നതിന് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് അവസരം തരണം എന്നാണ് BJP പറയുന്നത്. അതിലൊരു അവസാന ആയുധം എന്ന രീതിയിൽ ഈ പറയുന്ന ആദായ നികുതി ഇളവ് പോലും വരും. പക്ഷേ മധ്യവർഗം അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്, അതിനുപരിയായിട്ട് ഈ പറയുന്ന ചേരി നിവാസികളെ പോലെയുള്ളവർ, അതാണ് ഇവിടെ വിനോദ് മാത്യു വിൽസൺ ചൂണ്ടിക്കാണിച്ചത്, അവരുടെ സപ്പോർട്ട് എപ്പോഴും ആം ആദ്മി പാർട്ടിക്കാണെന്ന്. ഇന്ത്യ നമുക്ക് നോക്കാം. ഇത്തവണ നമുക്ക് എന്തായാലും നോക്കാം. വിനോദ, ഞാൻ ഒന്ന് കഴിഞ്ഞിട്ട് മറുപടി പറയാം, ഞാൻ കേൾക്കാം. നമ്മൾ തമ്മിലാണല്ലോ എന്നും തർക്കിക്കേണ്ടത്. അപ്പോ സ്വാഭാവികമായിട്ട് മധ്യവർഗത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള ബഡ്ജറ്റ് തന്നെയാണ് ഇത്തവണത്തെ. അപ്പോഴും ഇവർ ഉന്നയിക്കുന്നത് എന്താണ്? അത് രാഷ്ട്രീയമാണ്. ഞാൻ ചോദിച്ചോട്ടെ, മധ്യവർഗത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങളെ വളർത്തി വലുതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നമെടുത്ത് അവരെ കൈപ്പിടിച്ച് ഉയർത്തുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്ന രീതിയിൽ ഒരു സർക്കാർ കൃത്യമായിട്ട് പടിപടിയായിട്ട് ഓരോ കാര്യങ്ങളും നടപ്പിലാക്കി കൊണ്ടുവരുമ്പോൾ, അതിന്റെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ രാഷ്ട്രീയമായിട്ട് കാണുന്ന ശൈലിയാണ് തെറ്റ്. അവിടെ ഒരു സംശയവും വേണ്ട. ഡൽഹിയുടെ വികസനം എന്ന് പറയപ്പെടുന്നത് ഈ ആം ആദ്മി പാർട്ടി ഭരിച്ച കാലഘട്ടവും ഇനി BJP ഭരിക്കാൻ പോകുന്ന കാലഘട്ടവും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത കാലഘട്ടങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ സാധിക്കും. 100% BJPയുടെ വിജയത്തിലാണ് അതിലേക്ക് പോകുന്നത്. ജനം അങ്ങനെ മനസ്സ് ഷിഫ്റ്റ് ഉണ്ട് അതിനകത്ത്. ആ ഷിഫ്റ്റ് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളത് നാളെ നമുക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. നമുക്ക് 8-ാം തീയതി അറിയാമല്ലോ. ഒരു സംശയവും വേണ്ട. ആം ആദ്മി പാർട്ടിയുടെ പൊള്ളയായിട്ടുള്ള വാദങ്ങൾ, പൊള്ളയായിട്ടുള്ള വികസന അജണ്ടകൾ എല്ലാം 100% ജനങ്ങൾ തള്ളിക്കളയും. ജനങ്ങളുടെ മനസ്സിനകത്ത് അത് കൃത്യമായിട്ട് ഈ ബഡ്ജറ്റിന് ശേഷം മധ്യവർഗത്തിനടുത്തും അടിസ്ഥാന വർഗത്തിനകത്തും അതിന് മേലെയുള്ളവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് BJP തന്നെയാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ഈ നാടിന് വികസനമായിട്ടുള്ള ശൈലി ഉണ്ടാകുമെന്ന്. പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്തൊക്കെ അവർ പറഞ്ഞു കൂട്ടിയത്, ഹരിയാനയിൽ നിന്ന് വിഷം കലക്കുന്നു, അത് യമനയെ കുറിച്ച് എന്തെല്ലാം കഥകൾ ഉണ്ടാക്കി, എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാക്കി, അതൊക്കെ പൊളിഞ്ഞു പോകുന്നത് നമുക്ക് നാളെ നിങ്ങൾ ഇപ്പോഴും ഈ പറയുന്ന ഫ്രീബീസ്, അതായത് സൗജന്യങ്ങൾ, അതിലാണല്ലോ വിശ്വസിക്കുന്നത്. അത് ജനങ്ങൾ അംഗീകരിച്ചതാണ്. ഇത്തവണയും അത് ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമാകുമെന്ന്. അതിൽ തന്നെ സൗജന്യ വെള്ളം, സൗജന്യ വൈദ്യുതി, ഇത് തന്നെയാണല്ലോ ഇത്തവണത്തെയും തീർപ്പ് ചീട്ട്. ഞങ്ങള് ഫ്രീ ബി കൊടുത്തിരിക്കുന്നത് ADB ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടല്ല ശ്രീ മഞ്ജുഷ്. ഫ്രീ ബി കൊടുക്കുന്നത് ഫ്രീ ബി കൊടുത്തിട്ടും ഫ്രീ കൊടുത്തിട്ടും സകലതും കൊടുത്തിട്ടും മിച്ച ബഡ്ജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ്. 2022-23 കൺട്രോൾ ഓഡിറ്റർ ജനറലിന്റെ ഇതിൽ മിച്ച ബഡ്ജറ്റും സുതാര്യതയുമുള്ള, ഏറ്റവും സുതാര്യതയുള്ള സാമ്പത്തിക സംവിധാനത്തിൽ സുതാര്യതയുള്ള ഗവൺമെന്റ് എന്ന് ഇന്ത്യയുടെ കൺട്രോൾ ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ചെയ്ത ഗവൺമെന്റാണ് ഡൽഹി. അതുകൊണ്ട് അതൊന്നും പറയണ്ട. പിന്നെ ശ്രീ ഉല്ലാസ് പറഞ്ഞ കാര്യത്തിൽ മറുപടി പറയേണ്ടതാണ്. സാമൂഹിക സുരക്ഷ, ജീവിത നിലവാരം ഒക്കെ കുറവാണ് ഡൽഹിയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമ്മാ കേട്ടോണ്ടിരിക്കാനേ കഴിയുള്ളൂ. പക്ഷെ ഞാൻ 1-2 കാര്യം സൂചിപ്പിക്കാം. ഞാൻ വായിച്ച ആർട്ടിക്കിൾസ് നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആണ്. അതായത് ഇവരൊക്കെ ഭരിച്ച, വർഷങ്ങളായി ഇവർ മാറി മാറിയൊക്കെ ഭരിച്ച രാജസ്ഥാന്, UP പോലെയുള്ള സ്ഥലത്ത് ഇപ്പോഴും ഗൗക്കർ ഏറുമാടങ്ങളുണ്ട്. എന്തിനാ ഏറുമാടം കെട്ടിവെക്കുന്ന അറിയാമോ? പീരീഡ്സ് ആവുമ്പോൾ, സ്ത്രീകൾക്ക് പീരീഡ്സ് ആവുമ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടിട്ട്, അത് ആചാരമാണെന്ന് വേണേൽ പറയാം, പോയി താമസിച്ചിരുന്ന മനുഷ്യരുണ്ട്. ഡൽഹിയിൽ അത്തരത്തിലുള്ള സാമൂഹ്യ പ്രശ്നമുള്ള മനുഷ്യരൊന്നും ഇല്ല. 2, രാജസ്ഥാനിലൊക്കെ ഇവർ മാറി തിരിഞ്ഞും ഭരിച്ചതാണ്. അവിടെ ഒരു ഗ്രാമത്തിൽ, ഞാൻ ഈയിടയ്ക്ക് വായിച്ച ആർട്ടിക്കിളാണ്, ചുമ്മാ ഗൂഗിൾ ചെയ്ത് നോക്കിയോളൂ, പിൽപാത്രി എന്ന് പറയുന്ന ഗ്രാമത്തിൽ പെൺകുട്ടികൾ ജനിക്കുമ്പോൾ, അതായത് പെൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആ ജനിക്കുന്ന കൊച്ചിന്റെ പേരിൽ മരം നടും. 111 മരം നടും. ഈ 111 മരം 18 വയസ്സാവും, 18 വർഷം കുട്ടിക്ക് 18 വയസ്സാവുമ്പോൾ 18 വർഷം മരം വെട്ടി അവളുടെ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അവളുടെ വിവാഹമൊക്കെ നടത്തുന്ന ആചാരങ്ങളൊക്കെ ഇവരൊക്കെ മാറി മാറിയ സംസ്ഥാനങ്ങളുണ്ട്. അതുകൊണ്ട് ജീവിത നിലവാരത്തെ പറ്റി ഒന്നും പറയേണ്ടതായിട്ടില്ല. ജീവിത നിലവാരം സാധാരണ മനുഷ്യന്റെ, ഉല്ലാസ് പറഞ്ഞു തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഡൽഹി ചെന്നപ്പോൾ കണ്ട ഓട്ടോറിക്ഷക്കാരും അവിടെ പൂ വെക്കുന്ന മനുഷ്യരും സ്ട്രീറ്റിൽ ഫുഡ് വെക്കുന്നവരും ഒക്കെ ഈ പറയുന്ന അരവിന്ദ് കേജ്രിവാളിന്റെ ജാഡു, ചൂൽ നോട്ട് എന്താ കാര്യം അറിയോ? അവർക്ക് അവിടെ എനിക്ക് വളരെ രസകരമായി പറയുന്ന കാര്യം, ഇപ്പൊ നമ്മളിവിടെ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകരായിട്ടുള്ള ശ്രീ മോഹൻ സാറൊക്കെ ഉണ്ട്. ചോദിച്ചാൽ മതി, ഇവിടെ നമ്മൾ ഒരു കാൻഡിഡേറ്റിന്റെ പേരറിയാം, അവന്റെ ഭാര്യയുടെ പേരറിയാം, മക്കളുടെ പേരറിയാം, അവന്റെ കുടുംബകാര്യങ്ങൾ അറിയാം, എത്ര പാർട്ടി മാറിയെന്നറിയാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന ഡൽഹിയെ, സാധാരണക്കാരൻ ഡൽഹിയിൽ
അവൻ അവിടുത്തെ കാൻഡിഡേറ്റ്സ് ഒന്നുമല്ല പ്രശ്നം. അവന് കേജ്രിവാൾ ജാഡു, കേജ്രിവാളിനും ചൂടിനുമാണ് വോട്ട് എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ 12 വർഷം കൊണ്ടാണ് ഈ വിപ്ലവം ഉണ്ടായത്, മനസ്സിലാക്കിക്കോണം. ഇവരുടെ കേരളത്തിലൊക്കെ ഇവര് BJP ഒക്കെ മത്സരിക്കുന്നുള്ളൂ, വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ടല്ലോ താമര ചിഹ്നം, എത്ര സീറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ 12 വർഷം കൊണ്ട് ചൂൾ ചിഹ്നവും കേജ്രിവാളിന്റെ മുഖവും മനുഷ്യരുടെ മനസ്സിൽ ഹൃദയം നേടിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ വിശുദ്ധനാണ്. ആ മനുഷ്യന്റെ സേനാപതി വേണു, ആ മനുഷ്യനെയാണല്ലോ രാഹുൽ ഗാന്ധി തള്ളിപ്പറയുന്നത് എന്നാണ്. അത് അവിടെയാണ് രാഹുൽ ഗാന്ധിയെ ചതിയൻ എന്ന് പോലും ആം ആദ്മി പാർട്ടി വിശേഷിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ചതിയെന്ന് മാത്രമല്ല, വഞ്ചക വേഷം. അല്ല വിനോദേ, ഈ അതിൻ്റെ അകത്ത് വിനോദ് പറഞ്ഞതിൽ ഒരു വസ്തുതാപരമായ ഒരു പെശകുണ്ട്. കാരണം എല്ലായിടത്തും ഇവരാഗ്രഹിക്കുന്നത് കോൺഗ്രസിനെ തകർക്കുക, അല്ലെങ്കിൽ കോൺഗ്രസ് ശോഷിച്ചു പോവുക, കോൺഗ്രസ് സേനാപതി സാർ, ഞാൻ ഒറ്റ കാര്യം അങ്ങ് വഴങ്ങി, ഞാൻ വഴങ്ങിയതുപോലെ ഒന്ന് വഴങ്ങി ഒറ്റ കാര്യം ഞാൻ പലവട്ടം വഴങ്ങി ഒന്ന് പറയാം, അങ്ങ് പറഞ്ഞതുകൊണ്ട് പറയാം. സാർ, കർണാടകയിൽ മത്സരം ഉണ്ടായി. കർണാടകയിൽ ഭൂരിപക്ഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നു. കേജ്രിവാൾ അവിടെ പ്രവർത്തനത്തിൽ പോലും വന്നില്ല സാർ. പക്ഷെ കർണാടകയിൽ മത്സരിച്ചു. ഒരു ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ നാഷണൽ പാർട്ടിയിലെ കാൻഡിഡേറ്റ്സ് നിർത്തിയെങ്കിലും അവിടെ പ്രചരണത്തിൽ പോലും വന്നില്ല. അവസാനം വോട്ട് അത് കോൺഗ്രസ് ജയിക്കട്ടെ, വോട്ട് സ്പ്ലിറ്റ് ജയിക്കണ്ട എന്ന് പറഞ്ഞ് മാറി നിന്ന് ഒരൊറ്റ നാഷണൽ ലീഡേഴ്സും കർണാടക ഇലക്ഷൻ വന്നിട്ടില്ല സാർ. കാര്യം എന്താ? അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല. അവിടെ BJP മാറ്റി കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി. പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്തത്. ഗുജറാത്തില് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? ഗുജറാത്തിൽ നിങ്ങളില്ല സാർ. 27 വർഷമായി കോൺഗ്രസ് ഗുജറാത്തിൽ ഇല്ലാത്തത് ആം ആദ്മി പാർട്ടി അങ്ങോട്ട് വന്നിട്ടല്ല. അത് മനസ്സിലാക്കാത്ത എന്താ? 27 വർഷമായി നിങ്ങൾ ഗുജറാത്തിൽ ഇല്ല. ഞങ്ങൾ അവിടേക്ക് വന്ന കഴിഞ്ഞ ഇലക്ഷനിലാണ് ഞങ്ങൾ വന്നേ. അതിന് മുമ്പ് നിങ്ങൾ എവിടെ പോയി? ഞങ്ങൾ വന്നിട്ടാണ് പോയത്. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ഇലക്ഷനിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനെ കുറിച്ച് താങ്കൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അങ്ങനെ തീരെ ഇല്ലാതെയൊന്നും പോയില്ല. ഞങ്ങളും ഏതാണ്ട് ഒരു ജയത്തോട് അടുത്ത ഒരു ഘട്ടത്തിലൊക്കെ ഞങ്ങളിപ്പോ ചില തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞങ്ങൾക്ക് ചില പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ഒരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ പ്ലേസിലേക്ക് കടന്നു വരാം. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ദില്ലിയിൽ, അതാണ് നിങ്ങളുടെ ഒരു ശക്തി കേന്ദ്രം എന്ന് നിങ്ങൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. നിങ്ങൾ ഹരിയാനയിൽ കഴിഞ്ഞ പ്രാവശ്യം സ്വീകരിച്ച ആ വിരുദ്ധ നിലപാട്, ആ നിലപാടിന്റെ പ്രതിഫലനമാണ് എവിടെ ഉണ്ടായത്? മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. കാരണം എവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ആ തെരഞ്ഞെടുപ്പ് നടക്കുന്നിടത്ത് നമ്മുടെ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയുടെ ഒരു നിലപാട് നിങ്ങൾ സ്വീകരിക്കുന്നു. ഇവര് വലിയ BJP വിരുദ്ധതയും BJP വിരോധവുമാണ് ഒവൈസി എല്ലായിടത്തും ചെന്ന് പ്രസംഗിക്കുന്നത്. ആ പ്രസംഗത്തിലൂടെ അതിന്റെ ആത്യന്തികമായിട്ടുണ്ടാകുന്നത് എന്താ? അവിടെ ജനാധിപത്യ ചേരിക്കോ മതേതര ചേരിക്കോ കിട്ടേണ്ട വോട്ടുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾ ആ നിലപാട് രാജ്യത്തുടനീളം നിങ്ങൾ കാണിക്കുന്നു. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തകർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ പ്ലേസിൽ കയറി വരാം. പക്ഷെ ഇവിടെ വിനോദ് പറഞ്ഞ കാര്യം മറ്റൊന്നാണ്. ഇവിടെ ഇപ്പോൾ ആം ആദ്മി പാർട്ടി തോറ്റു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ അതിൽ കുറേയേറെ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അങ്ങനെ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക് ഡൽഹി മാറുന്നു. അതാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് എന്ന്. അവിടെയാണ് രാഹുലിന്റെ ചതി പറയുന്നത്. തമിഴ്നാട്ടിൽ ആം ആദ്മി ഇല്ല, അവിടെ കോൺഗ്രസിന് വോട്ടില്ല, കോൺഗ്രസിന് ആരുമില്ല. അല്ല മധ്യപ്രദേശിൽ കോൺഗ്രസിന് ആളൊക്കെ ഉണ്ട് വിനോദേ. അങ്ങനെ കോൺഗ്രസിന് അല്ല, ഞങ്ങൾ കോൺഗ്രസിന് ആളില്ലെന്നാണ് സാർ പറയുന്നത്. ഞങ്ങൾ കാരണമാണ് കോൺഗ്രസ് തകർന്നതെന്ന് പറയല്ലേ സാർ? അല്ല, നിങ്ങളിപ്പോ ഡൽഹിയിൽ ജയിച്ചു, അല്ലെങ്കിൽ ഡൽഹിയിലും പഞ്ചാബിലും ഭരിക്കുന്നത് കൊണ്ട് നിങ്ങൾ രാജ്യം മുഴുവൻ ഭരിച്ചു എന്നുള്ള രീതിയിലൊന്നും അല്ലല്ലോ. ഒരിക്കലും അത്തരം അവകാശവാദവും ഇല്ല. അല്ല, ഇന്ത്യൻ പാർലമെന്റിൽ 303 നിന്ന് ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിയെ 240 എത്തിച്ചത് നിങ്ങളിപ്പോ ചതിയനെന്നും വഞ്ചകനെന്നും ഒക്കെ വിളിച്ച രാഹുൽ ഗാന്ധിയുടെ സമഫലമായിട്ടാണ്, നേതൃത്വത്തിന്റെ ഫലമായിട്ടാണ്. അത് മാത്രമല്ല അരവിന്ദ് കേജ്രിവാളിനെ പോലെ നീതിമാനായ മനുഷ്യനെ വേട്ടയാടുന്നതിന് പുറത്ത് ഇന്ത്യ മഹാസഖ്യം സംഘടിപ്പിച്ച റാലികളും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിശകലനങ്ങളുമാണ് സാർ ഇന്ത്യ ബ്ലോക്കിനെ മുമ്പോട്ട് കൊണ്ടുവന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് വിനോദേ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം രാഹുൽ ഗാന്ധി ഇന്ത്യ ബ്ലോക്ക് ശിഥിലമായപ്പോ സ്റ്റാലിനെ പോയി കണ്ട്, മമതാ ബാനർജിയെ കണ്ട്, ചന്ദ്രബാബു നായിഡല്ല, റെഡ്ഡിയെ കണ്ട്, അങ്ങനെ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച് ഇന്ത്യ മഹാസഖ്യം ഉണ്ടാക്കാൻ മുൻപേ നിന്ന ആളാണ് ശ്രീ അരവിന്ദ് കേജ്രിവാൾ. ജയിലിൽ പോയപ്പോ ആ ജയിൽവാസം പോലും നിങ്ങൾ വോട്ടാക്കി മാറ്റി. അല്ല വിനോദേ, അരവിന്ദ് കേജ്രിവാൾ ജയിലിലായിരുന്നേ. ജയിൽവാസം പോലും ഇന്ത്യ സഖ്യത്തിന്റെ തേരോട്ടത്തിന് സാക്ഷ്യം വഹിച്ചതാ. അല്ല, അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ കിടക്കുമ്പോൾ അരവിന്ദ് കേജ്രിവാളിന് ധാർമ്മികമായ പിന്തുണ കൊടുത്തുകൊണ്ട് BJPയുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ അന്ന് സമരം നടത്തിയത്, പാർലമെന്റിനകത്തും പുറത്തും സമരം നടത്തിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ്. ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് സാർ ഇന്ന് അന്തസ്സോടുകൂടി ലോക്സഭയിൽ പോയി ഇരിക്കുന്നത്.
പ്രതിപക്ഷത്തിന്റെ സീറ്റിന്റെ എണ്ണം പറയുന്നേ. അല്ല, ആ രാഹുൽ ഗാന്ധി അല്ല, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് വിനോദ്? അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ്? കോൺഗ്രസ് ഡൽഹിയിൽ മത്സരിക്കരുതായിരുന്നു എന്നാണോ? ഡൽഹിയിൽ മത്സരിക്കരുതായിരുന്നു എന്നാണോ? ഒരു ദേശീയ പാർട്ടിക്ക് അത് കഴിയുമോ? മത്സരിച്ചോട്ടെ, ഞാൻ മത്സരിക്കണമെന്നല്ല പറയുന്നത്. പക്ഷേ മഞ്ജുഷ് ഒരു കാര്യം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിലെ പഞ്ചാബിലെ മേയർ സ്ഥാനാർത്ഥിക്ക് ഇവർ അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് BJP-ക്കാരായി. അറിഞ്ഞായിരുന്നോ? വാർത്ത അറിഞ്ഞായിരുന്നോ? കോൺഗ്രസ് വോട്ട് ചെയ്ത് മാറ്റി. കോൺഗ്രസും BJP-യും ഭായി ആയി അവിടെ. അതിന്റെ ഉപകാരസ്മരണ ഡൽഹിയിൽ കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ, ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണ ഡൽഹിയിൽ കൊടുക്കാനാണ് തീരുമാനമെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, നിങ്ങൾക്ക് ചരമഗീതം എഴുതുകയാണ്. അല്ല വിനോദ്, താങ്കൾ ഡൽഹിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ. അങ്ങനെ ഒരു നീക്കം നടക്കുന്നതായുള്ള സംശയമുണ്ടോ? അങ്ങനെ സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവരുടെ കൊടുക്കൽ വാങ്ങലുകളുണ്ട്. ഇവർക്ക് എങ്ങനെങ്കിലും കേജ്രിവാൾ തോക്കണം, BJP വരണം, പിന്നീട് പ്രതിപക്ഷമായിട്ട് ഇവര് വിചാരിച്ചിരിക്കുന്നത് കേജ്രിവാൾ തോറ്റു കഴിഞ്ഞാൽ ഈ പാർട്ടി ശിഥിലമാകുന്നത് രാഷ്ട്രീയമില്ല. ഇവർക്ക് എങ്ങനെങ്കിലും മോൻ ചത്താലും വേണ്ടില്ല, മരുമോടെ കണ്ണുനീര് കാണണം. അതാണ് മഞ്ജുഷെ, ഡൽഹിയിൽ BJP-ക്ക് ഏതെങ്കിലും രീതിയിൽ നേട്ടം ഉണ്ടാകണമെന്ന് കോൺഗ്രസ് പാർട്ടി മനസ്സുകൊണ്ടെങ്കിലും ആഗ്രഹിക്കുന്നുവെന്ന് ശ്രീ വിനോദിനെ പോലുള്ള ആളുകൾ നടത്തുന്ന ഈ ദുരാരോപണം ഉണ്ടല്ലോ, ഇതിന്റെ ലക്ഷ്യം വേറൊന്നുമല്ല. ഇവർ പറഞ്ഞത് തന്നെയാണ്. ഇവര് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് BJP-യെ ഇൻഡയറക്റ്റ് ആയി അധികാരത്തിൽ കൊണ്ടുവരുന്നതിനുള്ള നീക്കങ്ങൾ അത് ഇവരെല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ നീക്കത്തിന്റെ പ്രതിഫലനമാണ് ഇപ്പോ രാഹുൽ ഗാന്ധിയെ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ഭരണം അവസാനിക്കാൻ പോകുന്നു എന്നാണോ ശ്രീ സേനാപതി വേണു? അവിടെ BJP കടന്നു വരുന്നു എന്നാണോ? ഞങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭരണം അവസാനിക്കണമെന്നോ അവസാനിക്കാൻ പോകുന്നുവെന്നല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞത് ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുവെങ്കിൽ അത് കോൺഗ്രസിനെ കൂടി മാന്യമായിട്ട് അക്കോമഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാകണമായിരുന്നു. അവർക്ക് ജയിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നിടത്ത് വേറെ ആരും വേണ്ട. ഇനി ഹരിയാനയിൽ ഞങ്ങൾക്ക് 30 സീറ്റ് വേണം, അതല്ല എങ്കിൽ ഗുജറാത്തിൽ ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് പകുതി സീറ്റ് വേണം എന്നുള്ള വാദഗതികൾ ഉയർത്തുന്നു. അപ്പോ അത് ഡൽഹിയിൽ നിങ്ങൾ സ്വീകരിച്ച ആ നിലപാട് ശരിയല്ല എന്നുള്ളതാണ്. രാഷ്ട്രീയമായി കോൺഗ്രസ് ഞങ്ങളത് വളരെ കൃത്യമായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന രീതിയിലുള്ള ഡീലിംഗ്സ് അവിടെ നടക്കുന്നുണ്ടോ ഇല്ലയോ? ഇപ്പോൾ വിനോദ് മാത്യു വിൽസൺ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, കേരളത്തിലെ പ്രസിഡന്റാണ്. അദ്ദേഹം ഡൽഹിയിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ആളാണ്, തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. അദ്ദേഹം അത് ഉറപ്പിച്ചു പറയുകയാണ്, അവിടെ ഇങ്ങനെ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസും ഉണ്ട് എന്ന്. അങ്ങനെ ഒരു നീക്കം ഉണ്ടാവുമോ? അത് ചിലപ്പോ വിനോദ് മാത്യു അത് പറയട്ടെ, അത് ഉല്ലാസ് ബാബുവിന്റെ പാർട്ടിക്കാരത് പറയില്ലല്ലോ. കാരണം ഞങ്ങൾ അവരുമായിട്ട് ഒരു നോക്കിലോ വാക്കിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഒരു വിജയം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പറയുന്നത് തന്നെ ഒരു പാപമാണ് ശ്രീ മഞ്ജുഷേ. അത് അങ്ങനെ ഒരു ആരോപണം കോൺഗ്രസിന് നേരെ ഉയർത്തുന്നു എന്നത് തന്നെ അത് എത്രയോ നീചമായ ഒരു ആരോപണമാണ്, എത്രയോ നിന്ദ്യമായ ഒരു ആരോപണമാണ്. ഇന്ത്യയിലുടനീളം ഈ BJP-ക്കും സംഘപരിവാറിനും എതിരെ ഞങ്ങൾ നടത്തുന്ന ഒരു പോരാട്ടങ്ങൾ, ആ പോരാട്ടത്തിന്റെ ഭാഗമായി ഞങ്ങളോടൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥമായ ആം ആദ്മി പാർട്ടി അവർ ഡൽഹിയിലെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഭാവിയിൽ ആർക്കാണ് അതിന്റെ ഗുണഫലം ഉണ്ടാവുക എന്നുള്ളത് ഏതായാലും 8-ാം തീയതി നമുക്ക് ഞാൻ മഞ്ജുഷെ ഞാൻ എന്റെ സമയം പറഞ്ഞത് അവസാനിച്ചുകൊണ്ട് ഞാനൊന്ന് ലീവ് ചെയ്യുവാണ്. താങ്ക് യു. ശ്രീ മഞ്ജുഷ്, ഇത് വളരെ കൗതുകകരമായ ഒരു കാഴ്ചയാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയും കോൺഗ്രസിൻ്റെ പ്രതിനിധിയും പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് മാറി നിന്ന് ഈ രാഷ്ട്രീയം, പ്രത്യേകിച്ച് ഡൽഹി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കൗതുകകരമായ കാര്യമാണ്. കാരണം ഇവിടെ ശ്രീ സേനാപതി വേണു പറഞ്ഞതും ശ്രീ വിനോദ് മാത്യു വിൽസൺ പറഞ്ഞതും ഘടകവിരുദ്ധമാണെന്ന് തോന്നാമെങ്കിലും രണ്ട് കക്ഷികളുടെയും നിലനിൽപ്പ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഡൽഹിയിലെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് വില കൊടുത്തും ജയിച്ചേ പറ്റൂ, അല്ല എങ്കിൽ പിന്നെ ആം ആദ്മി പാർട്ടി ഇല്ല. അതുകൊണ്ട് ഡൽഹി എന്ന തട്ടകം നഷ്ടപ്പെടുന്നതിനെക്കുറിച്ച് അവർക്ക് ആലോചിക്കാനേ പറ്റില്ല. അതുകൊണ്ട് BJP വിരുദ്ധമായ ഏതാണ്ട് എല്ലാ വോട്ടുകളും സ്വാംശീകരിക്കണമെന്ന് ആം ആദ്മി പാർട്ടി ആഗ്രഹിക്കുന്നു. കോൺഗ്രസ്സിന് പോകാൻ സാധ്യതയുള്ള വോട്ടുകൾ കൂടി ആം ആദ്മി പാർട്ടിയിലേക്ക് വരേണ്ടതാണ് BJP വിരുദ്ധ വോട്ടുകൾ ആണെങ്കിൽ. പക്ഷേ ഇത് അത്ര ക്ലിയറായി നിശ്ചയിക്കാവുന്നൊരു കാര്യമല്ല. ആം ആദ്മി പാർട്ടി വിരുദ്ധ വോട്ടുകൾ രണ്ടായി ചിതറുമ്പോൾ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നതും ആപ്പിനാണ് എന്ന കാര്യം പലപ്പോഴും സൗകര്യപൂർവ്വം നമ്മൾ മറന്നു പോകുന്നു. അപ്പോൾ കേജ്രിവാൾ വിരുദ്ധ അല്ലെ ആം ആദ്മി പാർട്ടി വിരുദ്ധ വോട്ടുകൾ കാണാം, ഭരണവിരുദ്ധ വികാരമുണ്ടാകാം, എല്ലാം പൂർണ്ണമായി ഭരണാനുകൂലമല്ലല്ലോ. അങ്ങനെയെങ്കിൽ BJPയും കോൺഗ്രസിനുമായി അത് വിധിച്ചു പോകും. അത് ഒരു സെനാരിയോ. രണ്ടാമത്തെ സെനാരിയോ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ
ഒരു തട്ടകമായി ഡൽഹി കാണാനാവില്ല. 3 പ്രാവശ്യം അടുപ്പിച്ച് കോൺഗ്രസ് പാർട്ടി ഭരിച്ച സ്ഥലമാണ്. 1998, 2003, 2008 തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായി. തീരെ മോശപ്പെട്ട മുഖ്യമന്ത്രി ആയിരുന്നില്ല. പക്ഷേ സ്വയം കൃതാനർത്ഥം എന്ന് പറയുന്നത് പോലെ അന്ന് ഉണ്ടായ രാജ്യവ്യാപകമായി ഉണ്ടായ അല്ലെങ്കിൽ UPA ഗവൺമെൻറ്റിനെതിരെ ഉണ്ടായ അഴിമതി ആരോപണങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച അന്നത്തെ അരവിന്ദ് കെജ്രിവാളും അണ്ണാ ഹസാറയും എല്ലാം ചേർന്ന് ഒരു വലിയ സ്നോബോളിംഗ് ഇഫക്റ്റാണ്, ഒരു കൊടുങ്കാറ്റായി ഒരു അഴിമതി വിരുദ്ധ പ്രക്ഷോഭം. അതിൻ്റെ സന്തതിയാണ് ആം ആദ്മി പാർട്ടി. അപ്പം കോൺഗ്രസ് പാർട്ടിക്ക് നഷ്ടപ്പെട്ടു പോയ പ്രതിച്ഛായ ഡൽഹിയിൽ ഇവിടെ വിനോദ് വിൽസൺ മാത്യു പറഞ്ഞ കാര്യം, ഇവിടെ ആം ആദ്മി പാർട്ടി തകരണം എന്നുള്ള ഒരു ഉള്ളിലിരിപ്പ് അത് കോൺഗ്രസിനുണ്ട്. അങ്ങനെ ഒരു രീതിയിലേക്ക് വരുന്നുണ്ടോ? അങ്ങനെ വരുമ്പോൾ അധികാരത്തിൽ എത്തിക്കോട്ടെ എന്നാണ് ശ്രീ മഞ്ജുഷ്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്തൊരു രാഷ്ട്രീയം യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ശ്രീ മഞ്ജുഷ്. ഇവിടെ ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ ചിറക് വിരിച്ച് നിൽക്കുകയാണെങ്കിൽ കോൺഗ്രസ് അവിടെ വട്ടപൂജ്യമാകും. ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ 4% വോട്ട് ഷെയർ മാത്രമേ ഉള്ളൂ. അത് എത്ര പോയാലും കോൺഗ്രസിന് സീറ്റുകൾ ലഭിക്കുമെന്ന ഒരു ചിന്ത എനിക്കില്ല ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ. ഇത് ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ഒരു 2 ഹോഴ്സ് റേസാണ്. ആപ്പ് വേഴ്സസ് BJP എന്ന കൃത്യമായ 2 കുതിരകളുടെ ഓട്ടം തന്നെയാണ് ഡൽഹിയിൽ നടക്കുന്നത്. അവിടെ കോൺഗ്രസ് ക്യാൻ ബി എ സ്പോയിലർ. പക്ഷേ സ്പോയിലർ ആകാൻ വേണ്ടിയുള്ള വോട്ട് പോലും ഒരുപക്ഷെ കോൺഗ്രസിനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുസ്ലിങ്ങൾ ഡൽഹിയിലെ 7-8 നിയോജക മണ്ഡലത്തിൽ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളുണ്ട്. അവിടുത്തെ മുസ്ലിം ജനസാമാന്യം വോട്ടർമാർ ബി ജെ പി ഒഴിവാക്കി നിർത്താൻ ഒന്നുകിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക്. അത് കോൺഗ്രസിനാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത് BJP ആയിരിക്കുമെന്നത് വളരെ വ്യക്തമാണ്. കാരണം ആം ആദ്മി പാർട്ടിക്കാണ് വിജയസാധ്യത കൂടുതൽ എന്നതുകൊണ്ട് മൊത്തത്തിൽ ആ മണ്ഡലങ്ങളിലല്ല മൊത്തത്തിൽ. അതുകൊണ്ട് ടാക്ടിക്കൽ വോട്ടിങ്ങിലേക്ക് മുസ്ലിങ്ങൾ നീങ്ങിയില്ല എങ്കിൽ, മുസ്ലിം വോട്ടുകൾ ചിതറുകയാണെങ്കിൽ അതിൻ്റെ പ്രയോജനം ഭാരതീയ ജനതാ പാർട്ടിക്ക് ലഭിക്കും. ഇനി ആരെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നു എന്നത് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ ഓൾ ഇന്ത്യ തലത്തിൽ കർണാടകയും മഹാരാഷ്ട്രയും ഗോവയും ഗുജറാത്തും ഒക്കെ ഇവിടെ ചർച്ചാവേളയിൽ പരാമർശ വിഷയമായതുകൊണ്ട് ഞാൻ ഒരു കാര്യം ആപ്പിൻ്റെ പ്രതിനിധിയോടുകൂടി ചൂണ്ടിക്കാട്ടിക്കൊള്ളട്ടെ. ഗോവ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന് വിജയിക്കാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ വലിയ ശക്തിയോടുകൂടിയാണ് ആം ആദ്മി പാർട്ടി മാത്രമല്ല മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും മത്സരിച്ചത്. അങ്ങനെ ചന്നം ഭിന്നം വോട്ട് ചിതറി BJP വിരുദ്ധ വോട്ട് ചിതറിയതിൻ്റെ പ്രയോജനം ലഭിച്ചത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. ഇനി ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിയേക്കാൾ എന്തു പറഞ്ഞാലും അടിസ്ഥാനപരമായ ശക്തിയുള്ള പാർട്ടി കോൺഗ്രസ് ആണ്. ഭരണത്തിൽ നിന്ന് ഏറെക്കാലമായി മാറി നിൽക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് ഗുജറാത്തിൽ തുടച്ചു നീക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് അവരവരുടെ തട്ടകങ്ങൾ ശ്രീ മഞ്ജുഷ് അവരവരുടെ തട്ടകങ്ങളിൽ ഒരു വിട്ടുവീഴ്ച നടത്തിയെങ്കിൽ മാത്രമേ ഡൽഹിയിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച നടത്തണം. അങ്ങനെ ആപ്പ് ജയിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഒരു കാര്യം കൂടി താങ്കൾക്ക് പോകേണ്ടതുള്ളതുകൊണ്ടാണ്, ഈ ബജറ്റ് സമ്മേളനത്തോടു കൂടി ഇപ്പോൾ അധികാരത്തിലെത്തിയ സമയത്ത് NDA ഛിന്ന ഭിന്നമാകും, അവിടെ നായിഡുവിൻ്റെ എതിർപ്പുണ്ടാകും, നിതീഷ് കുമാറിൻ്റെ എതിർപ്പുണ്ടാകും എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ബജറ്റ് സമ്മേളനമൊക്കെ ആയപ്പോഴേക്കും NDAയുടെ കെട്ടുറപ്പ് വർദ്ധിക്കുകയും അതേസമയം ഇന്ത്യ സഖ്യം മറുവശത്ത് ഡൽഹി തെരഞ്ഞെടുപ്പ് കൂടി വന്നതോടുകൂടി ഇന്ത്യ സഖ്യത്തിൽ തകർച്ച കണ്ടു തുടങ്ങുന്നു. ഇതല്ലേ ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുന്നത്? ഈ NDAയുടെ കെട്ടുറപ്പ് കൂടി എന്ന് പറയുമ്പോൾ ഈ വഖഫിൻ്റെ ഈ JPC ബില്ല് പരിഗണിച്ച സമയത്തൊക്കെ അവിടെ TDPയുടെ എതിർപ്പൊന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ JDUവിൻ്റെ എതിർപ്പും കണ്ടില്ല. അതായത് യഥാർത്ഥത്തിൽ ഈ ദേശീയ മഞ്ജുഷ് പറഞ്ഞത് 100% ശരിയാണ്. ആ നിരീക്ഷണം കറക്റ്റാണ്. അതായത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ വേണ്ട വിജയം നേടാൻ കഴിഞ്ഞില്ല. ഭരിക്കാനുള്ള ഭൂരിപക്ഷം ലഭിച്ചു എങ്കിൽ പോലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് പ്രതീക്ഷിച്ച നമ്പേഴ്സിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്ന് നിസ്സംശയം. അതുകൊണ്ട് കടുത്ത വിലപേശലാകും നായിഡുവിൻ്റെയും അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതുകൊണ്ട് ബീഹാറിനും ആന്ധ്രയ്ക്കും വാരിക്കോരി കൊടുത്ത ആദ്യ ബജറ്റ് ഈ ബജറ്റും അങ്ങനെ തന്നെയാണ്. ഈ നറേറ്റീവ് വരുമ്പോഴാണ് മറുവശത്ത് BJPയുടെ യാതൊരു പ്രേരണയോ പാരവപ്പോ ഇല്ലാതെ തന്നെ സ്വയം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ പരസ്പരം ആക്രമിക്കുന്നത്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ നമ്മൾ കാണുന്നത് കോൺഗ്രസും ആപ്പിൻ്റെയും പ്രതിനിധികൾ തമ്മിൽ പരസ്പരം ആക്രമിക്കുകയാണ്. ഇത് കണ്ട് ആഹ്ലാദിക്കുകയാണ് BJP. അത് സ്വാഭാവികമല്ലേ? ഇവിടെ കാര്യമെന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്പേസിലേക്കാണ് പല പ്രാദേശിക പാർട്ടികളും നിൽക്കുന്നത്. പ്രാദേശിക കക്ഷികളും കോൺഗ്രസും തമ്മിൽ ഒരു നാച്ചുറൽ അലയൻസ് പല സംസ്ഥാനങ്ങളിലും ഇല്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ആ ഒരു എച്ച് വെച്ചാൽ മുഴച്ചിരിക്കും എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ. ശരി, ശ്രീ ഉല്ലാസ് ബാബു, ഇവിടെ കോൺഗ്രസിന്റെ സേനാപതി വേണുവും ആപ്പിന്റെ വിനോദ് മാത്യു വിൽസനും സംസാരിച്ച സമയത്ത് അത് BJPക്ക് ഉത്സാഹം നൽകുന്ന കാര്യങ്ങളാണ്.
അവിടെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി തന്നെ പറയുകയാണ് കോൺഗ്രസ് അവിടെ BJP ജയിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നവരാണ് എന്ന്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമല്ലേ അവിടെ BJPക്ക് ഒരു ഗുണകരം എന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. 40 സീറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു 40-42 സീറ്റെങ്കിലും ഉറപ്പിക്കുവാനായിട്ട് അവിടെ BJPക്ക് കഴിയുന്ന ഒരു സാഹചര്യമേ നിലവിൽ ഇല്ലല്ലോ. അല്ലെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടി വരും. അല്ല, നമ്മൾ മാധ്യമങ്ങൾ, മഞ്ജുഷ് അടങ്ങുന്ന മാധ്യമ ലോകം, അതിപ്പോൾ ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നതല്ല കേട്ടോ. കാരണം ഒരു കാലഘട്ടത്തിൽ ഹരിയാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും ഇതുപോലെ നിങ്ങൾ വിലയിരുത്തിയതാണ് BJPക്ക് ജയിക്കാൻ സാധ്യതയില്ല. ന്യൂസ് 18 അല്ലാത്ത മറ്റ് ചാനലുകൾ അതിന് തൊട്ട് മുൻപ് കാലത്ത് വാർത്ത വായിച്ചതൊക്കെ ഞങ്ങൾ വളരെ കേട്ടിരുന്നു. വളരെ BJP വിരുദ്ധതയെ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു ചർച്ച. അവസാനം BJP വിജയിച്ചു വന്ന സമയത്ത് ദയനീയമായിട്ടുള്ള ഒരു മുഖത്തോടുകൂടിയാണ് അവരൊക്കെ വായിച്ചത്. അതേപോലെ തന്നെയാണ് ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഞങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ ഗൃഹസമ്പർക്കത്തിലൂടെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപൂർണമായ വിശ്വാസം. ഇവിടെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ തല്ലുന്നു എന്ന് പറയുമ്പോൾ മനോഹരമായ ആചാരമാണ്. കാരണം ഇത് ഏച്ചൂട്ടിയിൽ മുഴച്ചിരിക്കും എന്ന് പറയപ്പെടുന്ന ഒരു നാടൻ ശീലമുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് ഇവർ കഴിഞ്ഞ തവണ വിനോദ് മാത്യു വിൽസൺ, നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ട്, 9 മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ 8 മാസം മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിൽക്കുന്നു. കേജ്രിവാൾ ജയിലിൽ പോയ വിഷയത്തിൽ കോൺഗ്രസ് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും അതൊക്കെ ആ സമയത്തെയായിരുന്നു. ഞങ്ങളിപ്പോൾ ഒന്നാണ്. എന്തൊക്കെ യുദ്ധങ്ങളായിരുന്നു, എന്തൊക്കെ ഒരുമിച്ചു കൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. ഇവരെ ഒരു കുടക്കീഴിൽ എല്ലാവരെയും വലിച്ചു വാരിക്കൂട്ടി മോദി സർക്കാരിനെ ഇപ്പൊ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് ഇവര് കെട്ടുകെട്ടിക്കുമെന്ന് പറഞ്ഞ് എന്തായിരുന്നു ഡൽഹിയിലെ റിസൾട്ട്? അവിടെ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ജനങ്ങൾ അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തു തുടങ്ങി. ജനങ്ങളുടെ മുമ്പിൽ ഇവർ നടത്തിയിട്ടുള്ള എല്ലാവിധ രാഷ്ട്രീയ തട്ടിപ്പുകളും ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. ഓഫറുകളിട്ട് കെജ്രിവാളിന്റെ യാത്ര അത് ജനങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ബെനിഫിഷ്യറി ആകുന്നില്ല എന്ന് പറഞ്ഞാൽ അവരുടെ ഭാവി തലമുറയ്ക്ക് കൈപിടിച്ച് ഉയർത്തേണ്ടുന്ന ഒരു പ്രവർത്തനവും അവർ നടത്തുന്നില്ല. അവർക്ക് അടിസ്ഥാന വർഗങ്ങൾക്ക് അതിൽ നിന്നും മോചനമില്ല. അവർ അങ്ങനെ തന്നെ ജീവിച്ചു പോയിക്കോട്ടെ എന്ന് പറയപ്പെടുന്ന ഒരു നിലപാടിലേക്കാണ് പോകുന്നത്. അത് ഭരിക്കുന്നവന്റെ തന്ത്രമാണ്. ഭരിക്കപ്പെടുന്നവൻ വികസനത്തിന്റെ പാതയിലേക്ക് വരരുത് എന്നുള്ളൊരു ശൈലിയാണ് കെജ്രിവാളിന്റെ എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്നത് കൃത്യമായി പഠിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥരായിക്കോട്ടെ, മറ്റു മേഖലയിലുള്ളവരായിക്കോട്ടെ, മധ്യവർഗമായിക്കോട്ടെ, അവർക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായിട്ട് അവർ അത് പരിപൂർണമായി അംഗീകരിക്കുക തന്നെ ചെയ്യും. രാഹുൽ ഗാന്ധി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ രാഹുൽ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടിട്ട് കോൺഗ്രസിന്റെ പുറകിൽ ആര് നിൽക്കുമെന്നാണ് നിങ്ങൾ തോന്നുന്നത്? കോൺഗ്രസിന് നേതൃത്വമില്ല സാർ. കോൺഗ്രസിനെ അവിടെ എന്തെല്ലാം കാണിച്ചു കൂട്ടിയാലും, ഏതൊക്കെ വാദങ്ങൾ ഉയർത്തിയാലും, ബഹുമാനായ സേനാപതി പോലും അദ്ദേഹം ഇവിടെ ഇല്ല, എങ്കിലും അദ്ദേഹം എന്തെല്ലാം വാദമുകൾ ഉയർത്തിയാലും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ആരെ വിശ്വസിച്ച് വോട്ട് ചെയ്യണം? അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് നേതൃത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു. വെറുതെ ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയായി രാഹുൽ അധപതിച്ചിരിക്കുന്നു. ശരി, ഇപ്പോൾ ശ്രീ വസന്ത് തെങ്ങുംപള്ളി ചേരുന്നുണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട്. ശ്രീ ഉല്ലാസ് ബാബു, ശ്രീ വസന്ത്, ഇന്ന് പാർലമെന്റിൽ തന്നെ മോദി നടത്തിയ പ്രസംഗത്തിൽ ചിലർക്കൊക്കെ ഫോട്ടോഷൂട്ടിലാണ് താല്പര്യമെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. പരിഹാസം ചൊരിയുന്ന വാക്കുകളായിരുന്നു ഇന്ന് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും അതുപോലെ തന്നെ കേജ്രിവാളിനെതിരെയും ഉന്നയിച്ചത് പ്രധാനമന്ത്രി. അല്ല ശ്രീ മഞ്ജുഷ്, ഫോട്ടോഷൂട്ടിൽ താല്പര്യമെന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ സ്വമേധയാ കണ്ണാടി നോക്കിയാണോ എന്ന് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം വയനാട്ടിലടക്കം സെറ്റിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയത് ആരാണ് എന്ന് നമുക്കറിയാമല്ലോ. സെറ്റിട്ട സെന്റിമെന്റ്സ് നടത്തുന്ന പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തല്ല ഈ ലോകത്ത് ഇതിനു മുമ്പ് ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? അതിക്രൂരന്മാരായ ഹിറ്റ്ലറെ പോലെയുള്ള ഭരണാധിപന്മാരെ കണ്ട രാജ്യത്ത് എവിടെയെങ്കിലും പോയി സ്വന്തം ജനതയുടെ അടുത്ത് സെറ്റിട്ട് 10-15 ഫോട്ടോക്കാരെ പിടിച്ചു നിർത്തി അതിന്റെ മുമ്പിൽ സെന്റിമെന്റ്സ് അഭിനയിക്കുന്ന പ്രധാനമന്ത്രിയെ ഈ രാജ്യമല്ല ഈ ലോകം കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് അദ്ദേഹത്തിന് തന്നെ നേരെ ബൂമറാങ്ങായി തിരിച്ചെടുക്കുകയുള്ളൂ. പിന്നെ ഇപ്പൊ ഉല്ലാസ് ബാബു ശ്രീ ഉല്ലാസ് ബാബു അങ്ങ് ചോദിച്ചു ആരെ കണ്ട് ജനം വോട്ട് ചെയ്യണം? സാർ, നിങ്ങൾ ഈ തവണ 400-ലധികം നേരത്തെ ഓഫർ ഇട്ട് പോകുന്ന കേജ്രിവാൾ എന്ന് പറയുന്നത് പോലെ ഈ സവോള കച്ചവടക്കാരും ഉള്ളി കച്ചവടക്കാരും ഒക്കെ തെരുവോരത്ത് നിന്ന് ഇതാ 300 എന്ന് വിളിക്കുന്നത് പോലെ 400 എന്ന് വിളിച്ചു നടന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്? അപ്പൊ രാഹുൽ മോഡിയെ കെട്ടുകെട്ടിക്കാൻ വന്ന നിങ്ങളുടെ ഹീറോ എവിടെയാണ്? പ്രതിപക്ഷം തന്നെയല്ലേ മൂന്നാം തവണയും? പറയട്ടെ, എന്തിയാ 400? അത് കാണാൻ സാധിക്കില്ല. അത് മാത്രമല്ല വസന്ത, ഇവിടെ വിനോദ് മാത്യു വിൽസൺ അവകാശപ്പെട്ടത് അത് കേജ്രിവാളിന്റെ കഴിവ് കൂടിയായിരുന്നു എന്നാണ്. കേജ്രിവാൾ ജയിലിൽ പോയതിനെ പോലും ഉപയോഗപ്പെടുത്തുകയായിരുന്നു രാഹുൽ ഗാന്ധി എന്നാണ്. ആ രാഹുൽ ഗാന്ധി ചതിച്ചു എന്നാണ് ഇപ്പോൾ വിനോദ് ആം ആദ്മി പാർട്ടി ആരോപിക്കുന്നത്.
പറയട്ടെ ശ്രീ മഞ്ജുഷ്, ഇന്ത്യ മുന്നണി ഇപ്പൊ ആം ആദ്മി പാർട്ടി എങ്ങനെയാണ് പൊട്ടയാകുന്നത്? പറയാം 8 മാസം മുൻപ് അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഉമേഷ്, സത്യവാനായിട്ടുള്ള കേജ്രിവാളിന് വേണ്ടി ആത്മാർത്ഥമായി പോരാടുന്ന രാഹുൽ ഇപ്പൊ എന്താ കാണാത്തത്? അങ്ങൊന്ന് വഴങ്ങ്, ഞാൻ പറയാം, അതിന് ഉത്തരം പറയാം. ആ ചോദ്യം ഉണ്ടെന്ന് എനിക്കറിയാം. അതൊരു നാച്ചുറൽ ക്വസ്റ്റ്യൻ ആണല്ലോ, ഉത്തരം പറയാമേ. ഇന്ത്യ മുന്നണി രൂപം കൊണ്ട സമയത്ത് തന്നെ അതിന്റെ നേതൃത്വം വളരെ കൃത്യമായി ഇതൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സെറ്റിൽമെന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മഞ്ജുഷ് ചോദിച്ചല്ലോ, എന്താണ് ആ 100-ലധികം സീറ്റുകളിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത് കേജ്രിവാളിന്റെ കൂടി കഴിവല്ലേ? പൊളിറ്റിക്കലി ഐഡിയോളജിക്കലി അദ്ദേഹം പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പ്രചരണത്തിനിറങ്ങിയ 2 സംസ്ഥാനങ്ങൾ, ഒന്ന് ഡൽഹി, 7 സീറ്റും ഇന്ത്യ സഖ്യത്തിന് നേടാൻ സാധിച്ചില്ല. അപ്പൊ കേജ്രിവാളിന്റെ കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടോ? 2 അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയത് പഞ്ചാബിലായിരുന്നു. പഞ്ചാബിൽ എന്തായിരുന്നു ഇന്ത്യ മുന്നണിയുടെ സ്റ്റാൻഡ് അല്ലെങ്കിൽ നില? അപ്പോ കേജ്രിവാളിന്റെ കോൺട്രിബ്യൂഷൻ അതിലുണ്ടെങ്കിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോട്ട് വരലിൽ ഉണ്ടെങ്കിൽ, കോൺഗ്രസിനടക്കം സീറ്റ് വർദ്ധിച്ചതിൽ ഉണ്ടെങ്കിൽ, അത് അദ്ദേഹത്തിന്റെ തന്നെ സ്വന്തം തട്ടകത്തിൽ 1 സീറ്റെങ്കിലും ജയിക്കാൻ സാധിക്കണ്ടേ? ഇനി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും വലിയ ചക്കരയും അടയുമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ, ഈ മഹാപരാധത്തെ, NDA ഗവൺമെന്റ്, മോദി ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ മഹാശാപത്തെ ഈ രാജ്യത്തിന്റെ തലയ്ക്ക് വെച്ച് കെട്ടിക്കൊടുത്തത് ആരാണ്? ശ്രീ മഞ്ജുഷ് അങ്ങ് അത്ര സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകനാ. അങ്ങ് മറന്നുപോയി കാണില്ല. 10 വർഷം മുമ്പ് 2014 ഒന്നാമത് മോദി അധികാരത്തിലേക്ക് വന്നത് ആരുടെ തോളിൽ ചവിട്ടിയാ? മറന്നുപോയോ? ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ ആ ഗവൺമെന്റിനെതിരെ ഇല്ലാത്ത അപവാദ പ്രചരണങ്ങൾ പറഞ്ഞ്, ഇല്ലാ കഥകൾ പറഞ്ഞ് RSSനും സംഘപരിവാരത്തിനും വഴിയൊരുക്കി കൊടുത്തത് ഇതേ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളല്ലേ? മറന്നുപോയോ? ആം ആദ്മി പാർട്ടിയുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ജയ് വിളിച്ചത് രാഹുലല്ലേ? ആ രാഹുൽ അവിടെ പോയി. എന്തുകൊണ്ട് അന്നില്ലാത്ത ഒരു കേജ്രിവാളിനെ രാഹുൽ പറയുന്നു? പറ. ഇരുട്ടി വെളുത്തപ്പോൾ കേജ്രിവാൾ ആരുമല്ലാതായി. 11 വർഷം മുമ്പുള്ള കാര്യമാണ് ഇപ്പോൾ കേജ്രിവാൾ ആരോപിക്കുന്നത്. സുഷമ സ്വരാജ്, വിവരക്കേട് അത്ര തന്നെ. അറിഞ്ഞില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സഹായമില്ലായിരുന്നെങ്കിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അന്ന് നിങ്ങൾക്ക് വേണ്ടി നടത്തി തന്ന സമരത്തിന്റെ പിന്തുണയിൽ തന്നെയാണ് നിങ്ങൾ അധികാരത്തിൽ വന്നത്. സംശയം വേണ്ട. സുഷമ സ്വരാജ് അടക്കമുള്ളവർ ആം ആദ്മി പാർട്ടിയുടെ വേദിയിൽ, അന്ന് ആം ആദ്മി പാർട്ടി രൂപം കൊള്ളുന്നതിന് മുമ്പ് രാംലീല മൈതാനിയിൽ സുഷമ സ്വരാജ് 8 മാസം മുൻപ് രാഹുൽ ഗാന്ധി സഹോദര 8 മാസം മുൻപ് എന്താ പിണങ്ങി? രാഹുൽ ഗാന്ധി കേജ്രിവാളിനെ കുറിച്ച് പറഞ്ഞ കാര്യം എന്താ പറഞ്ഞത്? രാഷ്ട്രീയത്തിലെ ജനങ്ങളെ പറ്റിക്കാനായിരുന്നോ നിങ്ങൾ രാഹുൽ പറഞ്ഞ അതേ നിലപാട് ഇപ്പൊ ഇല്ല? അന്ന് ജനങ്ങളോട് രാഹുൽ പറഞ്ഞ നിലപാട് എന്തുകൊണ്ട് മാറ്റി? പറഞ്ഞ നിലപാട് മാറ്റിയത്? ഞാൻ പറയാമേ. ഒരു സൈഡിൽ സുഷമ സ്വരാജും മറു സൈഡിൽ അരുൺ ജെയ്റ്റ്ലിയെ ഇരുത്തി സമര രംഗത്തിന് ഉദ്ഘാടകയായി അന്നത്തെ പ്രതിപക്ഷ നേതാവ് സുഷമ സ്വരാജിനെ പറഞ്ഞു വിട്ടത് എന്തിനായിരുന്നു? അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ആപ്പിനോട് ഇത്ര അറപ്പുണ്ടായത്? അതിനെപ്പറ്റി പറയാം. അപ്പൊ ഞങ്ങളും പറയാം. ആം ആദ്മി പാർട്ടിയോട് നിങ്ങൾക്കാണല്ലോ ഇപ്പോൾ വിമുഖത വരുന്നത് ഡൽഹിയിൽ. ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുവായിട്ട് കേജ്രിവാൾ മാറുകയാണ്. ശ്രീ വിനോദ് മാത്യു വിൽസൺ അതിനുള്ള മറുപടി, ഇതൊരു താൽക്കാലിക സംവിധാനമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഇന്ത്യ സഖ്യം. അത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വ്യാപിപ്പിക്കണം എന്ന ഒരു കരാറും ഇല്ല. അവിടെ പാർട്ടികൾ വ്യത്യസ്തമാണ്, പ്രാദേശിക തലത്തിലുള്ള വിഷയങ്ങളാണ് വരുന്നത്. അപ്പോൾ ഏറ്റുമുട്ടലും നേർക്കുനേറായിരിക്കും. മഞ്ജുഷ്, ഒറ്റ ചോദ്യം. അങ്ങ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ശ്രീ മഞ്ജുഷ്, അങ്ങ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. ഇന്ത്യ വിനോദ് ഒറ്റ ചോദ്യം, വസന്തനോട് ഒറ്റ ചോദ്യം. ആം ആദ്മി പാർട്ടി ആദ്യ അധികാരത്തിൽ വന്നത് ആരുടെ കൂടെ കൂടിയാ? അല്ല അങ്ങ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഉത്തരം പറയൂ. ഒരു മിനിറ്റ് പറയൂ. ആദ്യം സർക്കാർ എന്നാണോ വിനോദ്? അത് പറയാം. അങ്ങനല്ല നിങ്ങൾ നടു റോഡിൽ നിന്ന് മുണ്ടിരിഞ്ഞ് കാണിക്കരുത്. നടു റോഡിൽ നിന്ന് മുണ്ടിരിഞ്ഞ് കാണിക്കരുത്. ബിജെപിയോട് ആയിട്ടില്ല, കോൺഗ്രസ് ബിജെപിയോടല്ല. ഞാൻ ബിജെപിയോടല്ല. അല്ല, നിങ്ങൾ പറയുന്നത് വസന്തെ, ഞാൻ പറയുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം പറയല്ലോ. ഒറ്റ ഉത്തരം പ്ലീസ്. നിങ്ങൾ വസന്തെ, നമ്മൾ ഇതിനു മുമ്പ് ഇരുന്നിട്ടുണ്ട് ചർച്ചയിൽ. ഒരൊറ്റ ചോദ്യം. ആദ്യം ആം ആദ്മി സർക്കാർ രൂപീകരിക്കുന്നത് കോൺഗ്രസുമായി ചേർന്നാണ്. പിന്നെ അങ്ങ് പറഞ്ഞ ശുദ്ധ ബ്ലണ്ടർ ഉണ്ട്. എന്താ അറിയോ?
ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത് പിന്നെന്തോ സെറ്റിൽമെന്റ് അങ്ങനല്ല സാർ. ഞാൻ ഇന്നും കണ്ടു. അല്ല, പറയുന്നത് കേട്ടു സാർ. ഇന്നും രാഹുൽ ഗാന്ധി നിതീഷ് കുമാർ പോയിട്ട് ഈ സഖ്യം ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ് ആവണമെന്ന് പറഞ്ഞ നിതീഷ് കുമാർ പോയി. ഞാൻ ഒരു മിനിറ്റ് ഇങ്ങനെ ബഹളം വെക്കാൻ ശ്രീവാസന്ത്, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പറഞ്ഞോളൂ. നിങ്ങൾ ആം ആദ്മി രണ്ടെന്നാണ് പറഞ്ഞല്ലോ, മറുപടി പറയണ്ടേ? ഒന്ന്, ഇന്നും നിങ്ങളുടെ നേതാവ് ഒരു ബുക്ക് പോക്കറ്റിൽ ഇങ്ങനെ ഉയർത്തി, ഭരണഘടനാ ബുക്ക്. ഈ ഭരണഘടനാ ബുക്ക് പ്രകാരം ഡൽഹിയിൽ നിങ്ങളുടെ നേതാവും വന്ന് വോട്ട് ചോദിച്ചിരുന്നു. ലോക്സഭാ ഇലക്ഷനിൽ നിങ്ങളുടെ നേതാവ് പഞ്ചാബിലും പോയി വോട്ട് ചോദിച്ചിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ആ ബുക്ക് ഭരണഘടനയെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത്. അല്ലാതെ ലോക്സഭയിൽ 4 സീറ്റ് നേടി രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി ആവാനല്ല ഇന്ത്യ സഖ്യം ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ വൃത്തിയുടെ ഡയലോഗ് ഒന്നും പറയരുത് സാർ. കാരണം നിങ്ങൾ ചെറുപ്പക്കാരനാണ്, രാഷ്ട്രീയമായി ഈ ഉയരങ്ങളിൽ പോകേണ്ട ആളാണ്, ആദർശപരമായി സംസാരിക്കുന്നതെന്ന് ഞാൻ പല സമയത്ത് വിലയിരുത്തിയ വ്യക്തി. ചുമ്മാ ഇലക്ഷൻ വന്നിരുന്നിട്ട് ഇത് സെറ്റിൽമെന്റ് ആണ്, ആ സെറ്റിൽമെന്റ് ഒന്നും അല്ല, ആ സെറ്റിൽമെന്റ് അങ്ങനെ പറയല്ലേ. ഇനി പറഞ്ഞു ഞാൻ വഴങ്ങിത്തരാം. ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായതിനു ശേഷം അത് രൂപീകരിക്കാൻ നേതൃത്വം കൊടുത്തതിന് നമ്മൾ അംഗീകരിക്കണമല്ലോ. നിതീഷ് കുമാർ അടക്കം ആ സഖ്യം വിട്ടുപോയി. എന്നിട്ട് നമ്മൾ മുമ്പോട്ട് പോയി. അതിനുശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ബംഗാളിലടക്കം മമത പറയട്ടെ. അതിനുശേഷം വിവിധ പറയട്ടെ. അപ്പോ വിവിധ സംസ്ഥാനങ്ങളിൽ അതിനുശേഷം തെരഞ്ഞെടുപ്പ് നടന്നു. ചിലയിടത്ത് നമ്മൾ സഖ്യമായി, നമ്മൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ സഖ്യമായി മത്സരിച്ചു. ചിലയിടങ്ങളിൽ അങ്ങനെ അല്ലാതെ മത്സരിച്ചു. ആ സമയത്ത് വളരെ കൃത്യമായി സഖ്യത്തിന്റെ ലീഡർഷിപ്പിൽ നിൽക്കുന്നവർ, ഇന്ത്യ സഖ്യത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ളവർ കൃത്യമായി പറഞ്ഞില്ലേ? ശ്രീ മല്ലികാർജുന ഖാർഗെ അടക്കമുള്ളവർ ആ സ്റ്റേറ്റ്മെന്റ് അന്നേ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 ആർക്കൈവ്സിലുണ്ട്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ഉണ്ടാക്കിയിരിക്കുന്ന സഖ്യമാണ്. ഈ സഖ്യത്തിന്റെ പ്രധാന അജണ്ട BJP എതിർക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഭരണഘടന സംരക്ഷിച്ചോ? ലോക്സഭ ഇലക്ഷനിൽ ഭരണഘടന സംരക്ഷിച്ചോ? ശരി അതർക്കം തീരുകയില്ല. എന്തായാലും ഡൽഹിയിൽ കാണുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ തകർച്ചയാണ്. നാളെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗിലേക്ക് പോവുകയാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സമയം കഴിഞ്ഞു, അതുകൊണ്ടാണ് അവസാനിപ്പിക്കുകയാണ്. നന്ദി വസന്ത്, നന്ദി ഉല്ലാസ് ബാബു, നന്ദി വിനോദ് മാത്യു വിൽസൺ. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ബജറ്റ് സമ്മേളനം NDAയുടെ കെട്ടുറപ്പ് കൂട്ടിയോ? NDAയുടെ കെട്ടുറപ്പ് കൂടിയെന്ന് 54% പ്രേക്ഷകർ, ഇല്ല എന്ന് 42%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.